BPD UPD എന്നൊക്കെ പറയുന്നത് ആ വാക്കിൽ സൂചിപ്പിക്കുന്ന പോലെ തന്നെ ഒരു നൂലിൽ നിൽക്കുകയാണ് നമ്മുടെ ഇമോഷൻസ്. എന്നെ ഇവർ വിട്ടിട്ട് പോവോ, എന്നെ ഇല്ലാതെയാക്കോ, അല്ലെങ്കിൽ ഇപ്പം ഒരു ഫോൺ കോൾ എടുത്തില്ല എന്നുണ്ടെങ്കിൽ പോലും അയ്യോ എന്നെ ഇട്ടിട്ട് പോവാണോ, ഇത് ബ്രേക്കപ്പ് ആണോ, ഈ പറയുന്ന ത്രെഡ്സ് ചിലപ്പോൾ ഒരു ആക്ച്വൽ അറ്റംപ്റ്റ് ഓൺ ലൈഫ് ആവാനുള്ള സാധ്യതയുണ്ട്. പിന്നെ ഈ പറഞ്ഞതുപോലെ ചില സമയത്ത് ഇപ്പോൾ ഒരു റിലേഷൻഷിപ്പിലൊക്കെ ആകുമ്പം കൈ മുറിച്ചിട്ടൊക്കെ ഫോട്ടോസ് അയക്കുക, അങ്ങനെയൊക്കെ ചിലപ്പോൾ ഉണ്ടാവാറുണ്ട്. നമ്മുടെ തൊട്ടടുത്തിരുന്നിട്ട് ഒരു ഫ്രണ്ട് പൊട്ടിക്കറിയാണെന്ന് വെക്കും, നമുക്ക് എന്താ ചെയ്യേണ്ടത് എന്നുള്ളത് അറിയില്ല. പേഴ്സണാലിറ്റി ഡിസോർഡർ എന്ന് പറയുമ്പം അതൊരു ലോങ് ടേം ആയിട്ടുള്ളൊരു കാര്യമാണ്. ഒരു റൊമാൻറ്റിക് റിലേഷൻഷിപ്പ് ആയിക്കോട്ടെ, ഒരു ഫ്രണ്ട്ഷിപ്പ് ആയിക്കോട്ടെ, ഇതൊന്നും നിലനിന്ന് പോകുന്നില്ല എന്നുണ്ടെങ്കിൽ സ്വാഭാവികമായിട്ടും നമ്മളൊരു പ്രൊഫഷണൽ ഹെൽപ്പ് സീക്ക് ചെയ്യുന്നത് നല്ലതാണ്. അൺപാക്ക് ആൻഡ് കണക്റ്റിൽ ഇന്ന് നമ്മളോടൊപ്പം ഉള്ളത് ക്ലിനിക്കൽ സൈക്കോളജിസ്റ്റ് അഖില ആർ കൃഷ്ണയാണ്. നമസ്കാരം. നമസ്കാരം. നമ്മൾ കൂടുതലായും കേൾക്കുന്ന ഒന്നാണ് എനിക്ക് സന്തോഷമില്ല, അല്ലെങ്കിൽ എനിക്ക് വിഷമം വരുന്നു, എന്താണ് സംഭവിക്കുന്നതെന്ന് മനസ്സിലാവാത്ത ഒരു കണ്ടീഷൻ. ഈ അവസ്ഥ എന്താണെന്ന് പലർക്കും മനസ്സിലാവില്ല. ചിലപ്പം ബന്ധങ്ങൾ നല്ല രീതിയിൽ കീപ്പ് ചെയ്യാൻ പറ്റുന്നുണ്ടാവില്ല, ഒരു ബന്ധത്തിൽ അധികം നാൾ നിൽക്കാൻ പറ്റുന്നുണ്ടാവില്ല, ഇമോഷൻസ് ഫ്ലക്ച്വേഷൻസ് ഉണ്ടാവുന്നു. അപ്പം ഈ ഒരു അവസ്ഥ എന്തുകൊണ്ടാണല്ലോ ഒരാൾക്ക് സംഭവിക്കുന്നത്? നമുക്ക് പല രീതിയിലുള്ള കാരണങ്ങൾ ഉണ്ടാവാം എന്നുള്ളതാണ്. അത് ചിലപ്പോൾ ഒരു പേഴ്സണാലിറ്റി ഡിസോർഡർ ഉള്ള ആളുകൾക്ക് ചിലപ്പോൾ അങ്ങനത്തെ ബുദ്ധിമുട്ടുകൾ ഉണ്ടാവാൻ സാധ്യതയുണ്ട്. അല്ലാന്നുണ്ടെങ്കിൽ ഇപ്പോൾ നമ്മൾ ഡിപ്രസ്ഡ് ആണെന്നുണ്ടെങ്കിൽ, ഓവർ ആൻഷ്യസ് ആണെന്നുണ്ടെങ്കിലൊക്കെയും, ഇപ്പോൾ ഒരു ക്ലിനിക്കൽ ലെവലിൽ ആൻസൈറ്റി ഡിപ്രഷനൊക്കെ ഉള്ള ആളുകൾക്കൊക്കെയും ഈ പറഞ്ഞതുപോലെ റിലേഷൻഷിപ്പ് മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോകാനും അല്ലെങ്കിൽ അവർക്ക് പല കാര്യങ്ങളിൽ സന്തോഷം കണ്ടെത്താനും ഒക്കെ ബുദ്ധിമുട്ടുണ്ടാവാം. അപ്പോൾ അതൊരു മൾട്ടി ഡയമെൻഷണൽ പോയിന്റ് ഓഫ് വ്യൂവിലാണ് നമുക്ക് കാര്യങ്ങൾ നോക്കാൻ പറ്റുള്ളൂ. അപ്പോൾ നമ്മൾ കൂടുതൽ എക്സ്പ്ലോർ ചെയ്ത് നോക്കുമ്പം എന്താണ് പ്രശ്നം എന്നുള്ളത് ഐഡന്റിഫൈ ചെയ്യും, അത് സോൾവ് ചെയ്യാൻ നോക്കുകയും ചെയ്യാന്നുള്ളതാണ് ഒരു സൊല്യൂഷൻ. പെൺകുട്ടികളിൽ കൂടുതലായിട്ട് ബോർഡർ ലൈൻ പേഴ്സണാലിറ്റി ഡിസോർഡർ ഉണ്ടാകും എന്ന് കേട്ടിട്ടുണ്ട് ആൺകുട്ടികളെ കമ്പയർ ചെയ്യുമ്പോൾ. എന്താണ് ഈ BPD എന്ന് പറയുന്നതും എന്തുകൊണ്ടാണ് അങ്ങനെ ഒരു കമ്പാരിസൺ തന്നെ വരുന്നത്? ഇപ്പോൾ BPD UPD എന്നൊക്കെ പറയുന്നത് ബോർഡർ ലൈൻ ആ വാക്കിൽ സൂചിപ്പിക്കുന്ന പോലെ തന്നെ ഒരു നൂലിൽ നിൽക്കുകയാണ് നമ്മുടെ ഇമോഷൻസ്. അപ്പോൾ നമ്മൾ കോൺസ്റ്റൻ്റ്ലി ചിലപ്പം ഇമോഷണലി ഡിസ്റെഗുലേറ്റഡ് ആവാനുള്ള സാധ്യതയുണ്ട്. പിന്നെ അതേപോലെ തന്നെ ഭയങ്കരമായിട്ടുള്ള സൂസൈഡൽ ടെൻഡൻസീസ്, സെൽഫ് ഹാം ടെൻഡൻസീസ്, സ്വയമായിട്ട് ഉപദ്രവിക്കുക, ചിലർ കയ്യിൽ ഇങ്ങനെ കട്ട് ചെയ്യുക, അല്ലെങ്കിൽ ചിലപ്പം തല കൊണ്ടുപോയി ഇടിക്കുക, കൈ കൊണ്ടുപോയിട്ട് ഇടിക്കുക, അങ്ങനെ സ്വയം വേദനിപ്പിക്കാനുള്ള ഒരു ടെൻഡൻസീസ് ഉണ്ടാവുക. പിന്നെ അതേപോലെ തന്നെ സെൽഫ് ഇമേജ് റിലേറ്റഡ് ആയിട്ടുള്ള ഇഷ്യൂസ് ഉണ്ടാവും. ചിലപ്പോൾ ബോഡി ഇമേജ് ഇഷ്യൂസ് തന്നെ ആയിട്ടുണ്ടാവാൻ സാധ്യതയുണ്ട്. പിന്നെ അതേപോലെ തന്നെ എപ്പോഴും ഒരു ക്രോണിക് സെൻസ് ഓഫ് ലോൺലിനെസ് എന്ന് പറയും, അതായത് എപ്പോഴും ഒറ്റയ്ക്കാണ്, എനിക്ക് ആരുമില്ല, അല്ലെങ്കിൽ എന്നെ ആർക്കും മനസ്സിലാക്കാൻ പറ്റുന്നില്ല എന്നുള്ളൊരു തോന്നൽ. അപ്പം ഇത്തരത്തിലുള്ള പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകുമ്പോൾ സ്വാഭാവികമായിട്ടും അത് റിലേഷൻഷിപ്പുകളിൽ പ്രശ്നങ്ങൾ വരും. അതായത് ഇപ്പോൾ റൊമാൻറ്റിക് ആയിക്കോട്ടെ, അല്ലാത്ത ഫ്രണ്ട്ഷിപ്പ് പോലെയുള്ള കാര്യങ്ങളായിക്കോട്ടെ, അവിടെയൊക്കെയും ഒരു ഫിയർ ഓഫ് അബാൻഡൻമെൻറ്റ് ഉണ്ടാവും. എന്നെ ഇവർ വിട്ടിട്ട് പോവോ, എന്നെ ഇല്ലാതെയാക്കോ, അല്ലെങ്കിൽ ഇപ്പോൾ ഒരു ഫോൺ കോൾ എടുത്തില്ല എന്നുണ്ടെങ്കിൽ പോലും അയ്യോ എന്നെ ഇട്ടിട്ട് പോവാണോ, ഇത് ബ്രേക്കപ്പ് ആണോ എന്നുള്ള രീതിയിൽ ഭയങ്കരമായിട്ട് ഓവർ തിങ്ക് ചെയ്ത്, പിന്നെ അതിനോടനുബന്ധിച്ച് സ്വാഭാവികമായിട്ടും നമ്മളിങ്ങനെ ഇരുന്ന് ആലോചിച്ച് ഇമോഷണലി ഡിസ്റെഗുലേറ്റഡ് ആവും. ആ ഇമോഷണലി ഡിസ്റെഗുലേറ്റഡ് ആവുന്ന സമയത്ത് ചിലപ്പോൾ അവർ തിരിച്ചു വിളിക്കുമ്പോൾ നമ്മൾ ചിലപ്പോൾ ദേഷ്യപ്പെടും. അങ്ങനെയൊക്കെ വരുമ്പോൾ സ്വാഭാവികമായിട്ടും റിലേഷൻഷിപ്പുകളിൽ പ്രശ്നങ്ങൾ വരും. അപ്പോൾ മൾട്ടിപ്പിൾ റിലേഷൻഷിപ്പുകളിലേക്കും പോകാനുള്ള സാധ്യതയുണ്ട്. പിന്നെ എല്ലാ സൈക്കോളജിക്കൽ ഡിസോർഡേഴ്സും, എസ്പെഷ്യലി പേഴ്സണാലിറ്റി ഡിസോർഡേഴ്സിൽ ചിലതിലൊക്കെ നമ്മൾ ഫീമെയിൽസിൽ കൂടുതൽ കാണാറുണ്ട്, മെയിൽസിൽ കൂടുതൽ കാണാറുണ്ട് എന്ന് പറയാറുണ്ട്. അതിൽ ഈ UPD അല്ലെങ്കിൽ BPD എന്ന് പറയുന്ന ഡയഗ്നോസിസ് നമ്മൾ കൂടുതലും ഫീമെയിൽസിലാണ് കാണുന്നത് എന്നേ ഉള്ളൂ. എന്ന് വെച്ച് മെയിൽസിൽ ഒട്ടും ഇല്ല എന്ന് നമുക്ക് പറയാൻ പറ്റില്ല. അപ്പോൾ നമ്മൾ കാണുന്ന കുറേ മെയിൽ പേഷ്യൻസും ഈ UPD ട്രേറ്റ്സ് ഉള്ള ആൾക്കാരുണ്ട്. നമ്മുടെ ദേഹത്ത് ഉപദ്രവിക്കുക, അല്ലെങ്കിൽ നമ്മൾ സൂയിസൈഡ് ടെൻഡൻസി കാണിക്കുക എന്നൊക്കെ ഒരു ബന്ധത്തിൽ നിൽക്കുമ്പോൾ ചെയ്യാറുണ്ടല്ലോ. അപ്പം നമ്മൾ കൂട്ടുകാർ തന്നെ സംസാരിക്കുന്ന സമയത്ത് പറയുന്നത് അത് വെറുതെ പേടിപ്പിക്കാൻ വേണ്ടി ചെയ്യുന്നതാണ് എന്ന് പറയുന്നത്. ശരിക്കും ഇത് അവരുടെ ഒരു സ്വഭാവ വൈകല്യം കൊണ്ടോ അല്ലെങ്കിൽ ഒരു മാനസികാവസ്ഥ കൊണ്ടോ സംഭവിക്കുന്നതാണല്ലോ. അപ്പം ഇത്തരം രീതികളെ എപ്പോഴും നമ്മൾ ഭയക്കേണ്ടതുണ്ടോ? അതായത് എപ്പോഴും ഭയക്കേണ്ടതുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ചില സമയത്ത് ഈ പറയുന്ന ത്രെഡ്സ് ചിലപ്പോൾ ഒരു ആക്ച്വൽ അറ്റംപ്റ്റ് ഓൺ ലൈഫ് ആവാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ അതിലിപ്പോൾ എന്തുകൊണ്ടാണ് സെൽഫ് ഹാം ചെയ്യണതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, പലപ്പോഴും ഇപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, ബോർഡർ ലൈൻ പേഷ്യൻസിന് ഇമോഷണൽ റെഗുലേഷൻ സ്കിൽസ് വളരെ കുറവാണ്. അതായത് എന്താണ് നമുക്ക് ഫീൽ ചെയ്യണത്, എവിടെ എങ്ങനെ ഏത് ഇൻറ്റൻസിറ്റിയിൽ പ്രകടിപ്പിക്കണം എന്നുള്ളത്. ഇപ്പോൾ നമ്മുടെ വർക്ക് ചെയ്യുന്ന സ്ഥലത്ത് ഒരു ബോസിൻ്റെ അടുത്ത് നമ്മുടെ ഇമോഷൻസ് പ്രകടിപ്പിക്കാൻ
പ്രകടിപ്പിക്കുന്ന പോലെ ആയിരിക്കില്ല നമ്മുടെ ബെസ്റ്റ് ഫ്രണ്ടിൻ്റെ അടുത്ത് പ്രകടിപ്പിക്കുന്നത്. ഒരു ഷോപ്പിംഗ് മോളിൽ വെച്ച് എത്ര കരച്ചിൽ വന്നാലും നമ്മൾ മാക്സിമം കൺട്രോൾ ചെയ്യാൻ നോക്കും. അതേപോലെ ആയിരിക്കില്ല നമ്മൾ നമ്മുടെ സ്വന്തം റൂമിൽ ബിഹേവ് ചെയ്യുന്നത്. ആ ഒരു ഡിഫറൻസുകൾ ഉണ്ടല്ലോ. ചിലപ്പോൾ ആ ഒരു രീതിയിൽ കൺട്രോൾ ചെയ്ത് ബിഹേവ് ചെയ്യാൻ ബോർഡർ ലൈൻ പേഷ്യൻസിന് പറ്റില്ല. ചിലപ്പോൾ ഇമോഷണലി വളരെ ഡിസ്റെഗുലേറ്റഡ് ആയ ഒരു ആർഗ്യുമെന്റിലേക്ക് വന്നു. ഇപ്പോൾ ഒരു ഹസ്ബൻഡും വൈഫും ഒരു ഷോപ്പിലേക്ക് പോയി. ഇപ്പോൾ വൈഫിന് കുറച്ച് UPD ട്രേറ്റ്സ് ഒക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ അവർ തമ്മിൽ അവിടെ നിന്ന് എന്തെങ്കിലും ഒരു ബഹളം ഉണ്ടായി കഴിഞ്ഞാൽ ചിലപ്പോൾ വൈഫ് അവിടെ വെച്ച് ആകെ ഷൗട്ട് ചെയ്ത് ബഹളം വെച്ച് ചിലപ്പോൾ അവിടെ നിന്ന് പോരാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. അപ്പോൾ ഈ ഒരു ഇമോഷണൽ റെഗുലേഷൻ സ്കിൽസ് കുറവായതുകൊണ്ട് തന്നെ നമുക്ക് ഒരു ഇമോഷണൽ പെയിൻ വരുമ്പോൾ അത് എങ്ങനെ എക്സ്പ്രസ് ചെയ്യണമെന്ന് അറിയില്ല. ഇപ്പോൾ സെൽഫ് ഹാം ചെയ്യുന്ന സമയത്ത് ഇപ്പം സ്വയം കയ്യിൽ കട്ട് ചെയ്യുക, അങ്ങനെ അല്ലെങ്കിൽ കൈ ഇടിക്കുക, ഇതൊക്കെ ചെയ്യുന്ന സമയത്ത് ഇത് ഫിസിക്കൽ പെയിൻ ആയിട്ട് നമുക്ക് കൺവേർട്ട് ചെയ്യാൻ പറ്റുന്നുണ്ട്. പിന്നെ അതേപോലെ തന്നെ അതുകൊണ്ട് തന്നെ നമുക്ക് ഓക്കെ ആ ഒരു ഇമോഷണൽ പെയിൻ റിലീസ് ചെയ്യാൻ പറ്റുന്നുണ്ട് എന്നുള്ളതാണ് പലപ്പോഴും പേഷ്യൻസ് പറയാറ്. കാരണം ഇതിങ്ങനെ ഉള്ളിൽ തിങ്ങി നിൽക്കുന്നതിനേക്കാളും അവർക്കത് കുറച്ചുകൂടെ ഫിസിക്കലായിട്ട് കൺവേർട്ട് ചെയ്യുന്ന സമയത്ത് അത് കുറച്ചുകൂടെ ഹെൽപ്ഫുൾ ആണെന്നുള്ളതാണ്. ഒരു അറ്റൻഷൻ സീക്കിംഗ് ബിഹേവിയർ എന്നുള്ള രീതിയിൽ എല്ലാവരും പറയാറുണ്ടെന്നുണ്ടെങ്കിലും എന്നെ സംബന്ധിച്ചിടത്തോളം അതൊരു ഹെൽപ്പ് സീക്കിംഗ് അല്ലെങ്കിൽ ഒരു കോൺസ്റ്റന്റ് ആയിട്ട് ആരെങ്കിലുമൊക്കെ വേണം എന്നുള്ള ഒരു രീതിയിൽ അല്ലെങ്കിൽ എവിടെയോ ഒരു ഹെൽപ്പ് സീക്ക് ചെയ്യാൻ തോന്നുന്ന ഒരു ബിഹേവിയർ എന്നുള്ള രീതിയിലാണ് എനിക്ക് പേഴ്സണലി അത് ഫീൽ ചെയ്തിട്ടുള്ളത്. പിന്നെ ഈ പറഞ്ഞതുപോലെ ചില സമയത്ത് ഇപ്പോൾ ഒരു റിലേഷൻഷിപ്പിലൊക്കെ ആകുമ്പം കൈ മുറിച്ചിട്ടൊക്കെ ഫോട്ടോസ് അയക്കുക, അങ്ങനെയൊക്കെ ചിലപ്പോൾ ഉണ്ടാവാറുണ്ട്. അപ്പോൾ അങ്ങനെയൊക്കെ ഉണ്ടാവുന്ന സമയത്ത് നിങ്ങൾക്കത് മാനേജ് ചെയ്യാൻ പറ്റുന്നില്ല എന്നുണ്ടെങ്കിൽ ആ ഓപ്പോസിറ്റ് നിൽക്കുന്ന ആളെ മാക്സിമം ഒരു പ്രൊഫഷണൽ ഹെൽപ്പിന് വേണ്ടിയിട്ട് കൊണ്ടുപോവുക എന്നുള്ളതാണ് നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യം. പിന്നെ ഇത് എപ്പോഴും ഒരു അറ്റൻഷൻ സീക്കിങ് അല്ലെ, അവനൊന്നും ചെയ്യില്ല അല്ലെങ്കിൽ അവളൊന്നും ചെയ്യില്ല എന്ന് വിചാരിച്ച് നമുക്ക് മാറിയിരിക്കാനും പറ്റില്ല. കാരണം ബോർഡർ ലൈൻ പേഷ്യൻസിൽ ഒരു 70% ആൾക്കാരും ഒരു അറ്റംപ്റ്റ് ഓൺ ലൈഫെങ്കിലും ലൈഫിൽ മേജറായിട്ട് ഉണ്ടായിട്ടുള്ള ആൾക്കാരാണ്. അപ്പോൾ നമുക്ക് അവിടെയും ഒരു ഉറപ്പ് പറയാൻ പറ്റില്ല. ഇപ്പോൾ പറഞ്ഞതനുസരിച്ച് എനിക്ക് മനസ്സിലായത് നമ്മൾ അറ്റൻഷൻ സീക്കിങ്ങിൻ്റെ ഭാഗം മാത്രമായിരിക്കില്ല, അതുപോലെ നമുക്ക് ഉള്ളിൽ തോന്നുന്ന പെയിനെ കൺട്രോൾ ചെയ്യാൻ പറ്റാത്തത് കൊണ്ട് പുറമേ നിന്നൊരു ബോഡിയിൽ ഒരു ഹാംഫുൾ ആയിട്ടുള്ള എന്തെങ്കിലും ഒന്ന് ചെയ്ത് നമ്മൾ ആ ഒരു പെയിനെ നമ്മൾ ഇതെങ്കിലും നമ്മുടെ കൺട്രോളിലാണ് എന്ന് മനസ്സിലാവുന്ന രീതിയിൽ അവർ ബിഹേവ് ചെയ്യും എന്നുള്ളതാണ്. ഇത്തരം രീതിയിൽ പെരുമാറാൻ വേണ്ടി ഇതൊരു ചൈൽഡ്ഹുഡ് ട്രോമയുടെ ഒക്കെ ഭാഗം കൂടിയാണോ? ഇപ്പം EUPD ഡയഗ്നോസ് ചെയ്തിട്ടുള്ള മിക്കവാറും പേഷ്യൻസ് ഇപ്പോൾ എൻ്റെ ഒരു ഒബ്സർവേഷനിൽ ഒരു 30 to 90% ഓഫ് ദ പേഷ്യൻസിനും വളരെ സിഗ്നിഫിക്കൻ്റ് ആയിട്ടുള്ള ചൈൽഡ്ഹുഡ് ട്രോമയുണ്ട്. ആ ട്രോമ എന്ന് പറയുന്നത് ഇപ്പം സെക്ഷൽ അബ്യൂസിലൂടെ കടന്നു പോയിട്ടുള്ള ആൾക്കാരാണെന്നുണ്ടെങ്കിൽ ഇപ്പോൾ സെക്ഷൽ അബ്യൂസ് എന്ന് പറയുന്നത് എസ്പെഷ്യലി നമ്മുടെ വീടുകളിൽ നിന്ന്, അതായത് ഏറ്റവും ക്ലോസ് ഫാമിലി മെമ്പേഴ്സിലൊക്കെ ഉണ്ടാവുന്നത് അതൊരു കുട്ടിയെ സംബന്ധിച്ചിടത്തോളം ഒരു കോൺസ്റ്റൻറ്റ് ഇൻവാലിഡേഷനാണ്. അതായത് എന്താണ് എനിക്ക് സേഫ്റ്റി, ഞാൻ എവിടെയാണ് സേഫ് ആയിട്ടുള്ളത്, അപ്പം അതൊരു കോൺസ്റ്റൻറ്റ് ഇൻവാലിഡേഷനാണ്. അപ്പോൾ ചിലപ്പോൾ ആ കുട്ടി വീട്ടിലെ ആരോടെങ്കിലും പറഞ്ഞാൽ പോലും ചിലപ്പോൾ അവർ അത് നിൻ്റെ തോന്നലാണ് അല്ലെങ്കിൽ നീ മിസ്ഇൻ്റർപ്രിറ്റ് ചെയ്യാണ് എന്നുള്ള രീതിയിലൊക്കെ ആയിരിക്കും ചിലപ്പോൾ പറയുന്നത്. പിന്നെ അതേപോലെ തന്നെ ഇപ്പോൾ പേരൻസ് രണ്ടുപേരും എപ്പോഴും വഴക്ക് കൂടുന്ന ഒരു എൻവയൺമെൻറ്റിൽ വളരുന്ന ഒരു കുട്ടി, അതായത് പേരൻസിനെ കണ്ടിട്ടാണ് നമ്മൾ കുറേ കാര്യങ്ങൾ പഠിക്കുന്നത്. പേരൻസേ എപ്പോഴും ഡിസ്റെഗുലേറ്റഡ് ആണെന്നുണ്ടെങ്കിൽ ഈ കുട്ടി എങ്ങനെയാണ് ഇമോഷൻസ് റെഗുലേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് പഠിക്കുന്നത്? ചിലപ്പോൾ ഈ കുട്ടിക്ക് കംപ്ലീറ്റ്ലി നെഗ്ലക്റ്റഡ് ആയിട്ട് വളരാൻ സാധ്യതയുണ്ട്. അല്ലാന്നുണ്ടെങ്കിൽ ചിലരൊക്കെ ഒരു 7th 8th ഒക്കെ പഠിക്കുമ്പം പേരൻസിൻ്റെ ഇടയിലുള്ള പ്രശ്നങ്ങൾ സോൾവ് ചെയ്യലും പേരൻസിനെ നമ്മൾ അങ്ങോട്ട് പേരൻ്റ് ചെയ്യാന്ന് പറയും, അങ്ങനെ ടേക്ക് കെയർ ചെയ്യുകയും ഇതാക്കുകയും ചെയ്യുന്ന ആൾക്കാരുണ്ട്. അപ്പം ഈ ഒരു കോൺസ്റ്റൻറ്റ് ഇൻവാലിഡേഷൻ എന്ന് പറയുന്നത്, അതേപോലെ ഭയങ്കര ക്രിട്ടിക്കൽ ആയിട്ടുള്ള പേരൻസ് ഉണ്ടാവും. അപ്പം എന്ത് ചെയ്താലും നീ എന്ത് ചെയ്താലും ഒന്നിനും കൊള്ളില്ല നിന്നെ, നീയൊക്കെ എവിടെ എത്തിപ്പെടാനാ, അല്ലെങ്കിൽ ഇതിപ്പോൾ ഒരു നല്ലൊരു ലിപ്സ്റ്റിക് ഇട്ട് ഇറങ്ങി കഴിഞ്ഞാൽ പിന്നെ അവൾ ആണുങ്ങളെ കാണിക്കാൻ വേണ്ടിയിട്ട് ഇറങ്ങി നടക്കുക, ഇങ്ങനെയൊക്കെ പറയുന്ന സമയത്ത് സ്വാഭാവികമായിട്ടും അത് ആ കുട്ടിയുടെ സെൽഫ് ഇമേജിനെ ബാധിക്കണം, ആ കുട്ടിയുടെ ഇമോഷൻസിനെ ഇൻവാലിഡേറ്റ് ചെയ്യുന്ന പോലെയാണ്. അപ്പം എന്തെങ്കിലുമൊക്കെ പോയി പറയുന്ന സമയത്ത് അത് നിന്റെ തോന്നലാ, ഇങ്ങനെ എക്സ്പ്രസ് ചെയ്യുന്നത്, ഇത് വെറുതെ ഡ്രാമ കാണിക്കുക എന്നുള്ള രീതിയിലൊക്കെ പറയുമ്പോൾ സ്വാഭാവികമായിട്ടും അതൊക്കെയും ഒരു ഭാവിയിലേക്ക് മിക്കവാറും അതൊരു ബോർഡർ ലൈൻ ഫീച്ചേഴ്സിലേക്ക് തന്നെ പോകാനാണ് കൂടുതലും സാധ്യതയുള്ളത്. നമ്മൾക്ക് ആരുമില്ല അല്ലെങ്കിൽ നമ്മൾ ഭയങ്കര ഒറ്റയ്ക്കാണ്, നമ്മൾ പറയുന്ന കാര്യങ്ങൾ ആരും മനസ്സിലാക്കുന്നില്ല എന്നൊരു തോന്നലും കുട്ടികൾക്ക് ഉണ്ടാവുമല്ലോ. അപ്പം അത് ഒരു മുന്നനുഭവത്തിൻ്റെ കൂടി അടിസ്ഥാനത്തിലായിരിക്കില്ല, അല്ലാതെ ഒരു ബോർഡർ ലൈൻ ഡിസോർഡറിൻ്റെ മാത്രം ഭാഗമായിരിക്കുമോ? അങ്ങനെ നമുക്ക് പറയാൻ പറ്റില്ല. ശരിയാണ്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പലപ്പോഴും ആ
ഇപ്പം നമ്മൾക്ക് പൊതുവേ നമ്മൾ എല്ലാ കാര്യങ്ങളെക്കുറിച്ചും പറയുന്നുണ്ടെങ്കിലും ഇമോഷൻസ് എക്സ്പ്രസ് ചെയ്യാന്ന് പറയുന്നത് നമുക്ക് പൊതുവേ ഭയങ്കര ബുദ്ധിമുട്ടാണ്. നമ്മുടെ തൊട്ടടുത്തിരുന്നിട്ട് ഒരു ഫ്രണ്ട് പൊട്ടിക്കറിയാണെന്ന് വെക്കോ, നമുക്ക് എന്താ ചെയ്യേണ്ടത് എന്നുള്ളത് അറിയില്ല. അത് എസ്പെഷ്യലി ആണുങ്ങൾക്കിടയിൽ ഫ്രണ്ട്സ് അങ്ങോട്ടും ഇങ്ങോട്ടും കരയാന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ കുറച്ച് കോമൺ ആയി വരുന്നുണ്ടെന്നുണ്ടെങ്കിലും പൊതുവേ അത് അവർക്കിടയിൽ വളരെ അൺകോമൺ ആയിട്ടുള്ള ഒരു കാര്യമാണ്. അവർ തമ്മിൽ കാര്യങ്ങൾ പറയുന്നതും കുറവാണ്. അതെ, പറയുന്നതും കുറവാണ്. ഇപ്പോൾ എനിക്ക് ബെസ്റ്റ് ഫ്രണ്ട് ഉണ്ട്, പക്ഷെ ഞാൻ എൻ്റെ ബെസ്റ്റ് ഫ്രണ്ടിനോടൊന്നും പറയില്ല. അങ്ങനെയാണ് പലപ്പോഴും വരുന്നത്. അപ്പോൾ ഈ പറഞ്ഞതുപോലെ നമുക്ക് ആദ്യം മുതലേ ഇമോഷൻസ് എക്സ്പ്രസ് ചെയ്യാനുള്ള ഒരു സ്പേസ് ഇല്ലാതെ വരിക, അല്ലെങ്കിൽ നമ്മൾ പറയുന്ന ആൾക്കാരൊക്കെ അത് നിന്റെ തോന്നലാണ്, അല്ലെങ്കിൽ ഇതിലും വലിയ പ്രശ്നങ്ങളിലൂടെ കടന്നു വന്നിട്ടുള്ള ആൾക്കാരില്ലേ, ഇതൊക്കെയും ഇൻവാലിഡേറ്റിംഗ് ആയിട്ടുള്ള കാര്യങ്ങളാണ്. അപ്പോൾ ഇങ്ങനെയൊക്കെ ഉള്ള സാഹചര്യങ്ങളിലൂടെ വളർന്നു വരുന്ന കുട്ടിയെ സംബന്ധിച്ചിടത്തോളം ആ കുട്ടി ചിലപ്പം ഇമോഷൻസ് ഓവറായിട്ട് എക്സ്പ്രസ് ചെയ്യാൻ സാധ്യതയുണ്ട്. നേരെ തിരിച്ച് ചിലപ്പോൾ ഒന്നും എക്സ്പ്രസ് ചെയ്യാതെ ഒക്കെ ഉള്ളിൻ്റെ ഉള്ളിൽ സപ്രസ് ചെയ്ത് വെക്കാനുള്ള സാധ്യതയുണ്ട്. അപ്പം ഇതൊക്കെയും ഒരു ബോർഡർ ലൈൻ പേഴ്സണാലിറ്റി ഡിസോർഡറിലേക്ക് തന്നെ പോകും എന്നുള്ള രീതിയിൽ നമുക്ക് പറയാൻ പറ്റില്ല. ചിലപ്പോൾ കോൺസ്റ്റൻ്റ്ലി ആൻഷ്യസ് ആയിട്ടുള്ള ആൾക്കാരായിരിക്കാം, അല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ സൈക്കോസൊമാറ്റിക് ഡിസോർഡേഴ്സ് എന്നൊക്കെ പറയും. ചിലപ്പോൾ ഭയങ്കരമായിട്ടുള്ള ബോഡി പെയിന് അല്ലെങ്കിൽ തലവേദന അങ്ങനെയുള്ള രീതിയിലുള്ള കോൺസ്റ്റൻ്റ് ആയിട്ട് അങ്ങനെ ഫിസിക്കൽ സിംറ്റംസിലേക്ക് ചിലപ്പോൾ പ്രസൻറ്റ് ചെയ്യാൻ സാധ്യതയുണ്ട്. അങ്ങനെ പല രീതിയിലേക്ക് അത് മാറിപ്പോവാനും സാധ്യതയുണ്ട്. ഇപ്പോൾ എൻ്റെ ഒരു ഫ്രണ്ട് എന്നെ വിളിച്ച് പറഞ്ഞാണ്, എനിക്കൊന്നും ചെയ്യാൻ തോന്നണില്ല, എനിക്ക് ആൾക്കാരെ കാണണ്ട, എനിക്ക് ആരോട് സംസാരിക്കണ്ട, ഇവൻ ഫോൺ കോൾ പോലും എടുക്കാൻ പറ്റുന്നില്ലാത്തൊരു കണ്ടീഷൻ ഉണ്ട് എന്നുള്ളത്. എന്താണ് അനുഭവിക്കുന്നതെന്ന് അറിയില്ല. അപ്പം ഇത്തരം ഒരു അവസ്ഥ ഒരു ഡിപ്രഷൻ്റെ ഭാഗമാണോ, അതോ ബോർഡർ ലൈൻ ഡിസോർഡർ പോലെയുള്ള ഒരു മാനസികാവസ്ഥയുടെ ഭാഗമാണോ? ബോർഡർ ലൈൻ പേഴ്സണാലിറ്റി ഡിസോർഡർ എന്ന് പറയുന്നത് ഒരു പേഴ്സണാലിറ്റി ഡിസോർഡർ എന്ന് പറയുമ്പം അതൊരു ലോങ് ടേം ആയിട്ടുള്ളൊരു കാര്യമാണ്. അതായത് ഇപ്പോൾ ഡിപ്രഷൻ എന്ന് പറയുമ്പോൾ 6 months കൊണ്ട് നിങ്ങൾ ട്രീറ്റ് ചെയ്തു മാറ്റി, ഇത് അങ്ങനെയുള്ള ഒരു കാര്യമല്ല ബോർഡർ ലൈൻ പേഴ്സണാലിറ്റി ഡിസോർഡർ എന്ന് പറയുന്നത്. അതൊരു പേഴ്സണാലിറ്റി എന്ന് പറയുന്നത് ഒരാളുടെ ലൈഫ് ലോങ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ബോർഡർ ലൈൻ ഇഷ്യൂസ്, ഇപ്പം ഒരു ഇൻ്റർപേഴ്സണൽ ഇഷ്യൂസ് ഉണ്ടാകുമ്പോൾ, ഇപ്പം നമ്മുടെ ബോയ് ഫ്രണ്ടായിട്ട് ഒരു പ്രശ്നം ഉണ്ടായി, അപ്പോൾ സ്വാഭാവികമായിട്ടും അല്ലെങ്കിൽ ഒരു ബ്രേക്കപ്പ് ഉണ്ടായി, ആ ബ്രേക്കപ്പ് ചിലപ്പോൾ ഈ പറഞ്ഞതുപോലെ ബ്രേക്കപ്പ് കൊണ്ട് നമുക്ക് ഡിപ്രസീവ് സിംറ്റംസ് ഉണ്ടാവാം. ഇപ്പോൾ ഈ പറഞ്ഞതുപോലെ ഇപ്പോൾ റൂമിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങാൻ വയ്യ, അല്ലെങ്കിൽ ഫോൺ എടുക്കാൻ തോന്നില്ല എന്ന് പറയുന്നത് ചിലപ്പോൾ ഒരു ഡിപ്രഷൻ എപ്പിസോഡിൻ്റെ ഭാഗമായിട്ടും ആവാം. അല്ല, ചിലപ്പോൾ ആൾക്കാരെ ഫേസ് ചെയ്യാനുള്ളൊരു ബുദ്ധിമുട്ട് ആൻഷ്യസ് ആയിട്ടും ചിലപ്പോൾ ആവാം. അവരെന്നെ ജഡ്ജ് ചെയ്യോ, അല്ലാന്നുണ്ടെങ്കിൽ ചിലപ്പോൾ ഇനിയിപ്പോൾ ഞാൻ കോൾ എടുത്തില്ല നേരത്തെ വിളിച്ചപ്പോൾ, ഇനി ഞാൻ തിരിച്ച് വിളിച്ചു കഴിഞ്ഞാൽ അവരെന്താ വിചാരിക്കുക, ഇങ്ങനെയുള്ള പല രീതിയിലുള്ള തോട്ട്സ് കാരണവും ആയിരിക്കാം. അപ്പോൾ അത് എന്താണെന്ന് അറിയണമെന്നുണ്ടെങ്കിൽ ആക്ച്വലി നമുക്ക് അവിടെ ഒരു പ്രൊഫഷണൽ ഹെൽപ്പ് സീക്ക് ചെയ്യുന്നതാണ് നല്ലത്. പിന്നെ ഈ പറഞ്ഞ പോലെ 1-2 ദിവസമൊക്കെയാണ് ഈ തോട്ട്സ് എന്നുണ്ടെങ്കിൽ വലിയ കുഴപ്പമൊന്നുമില്ല. പക്ഷേ അത് നിങ്ങളുടെ ജോലിയെ ബാധിക്കുന്നുണ്ടെന്നുണ്ടെങ്കിൽ, സോഷ്യൽ ലൈഫിനെ ബാധിക്കുന്നുണ്ടെന്നുണ്ടെങ്കിൽ, പേഴ്സണൽ ഫങ്ഷനിങ്ങിനെ ബാധിക്കുന്നുണ്ടെന്നുണ്ടെങ്കിൽ അതൊരു പ്രശ്നമാണ്. അപ്പോൾ ഒരു പ്രൊഫഷണൽ ഹെൽപ്പ് സീക്ക് ചെയ്യുന്നത് കൊണ്ട് യാതൊരു തെറ്റുമില്ല. നമുക്ക് സുഹൃത്തുക്കളൊന്നുമില്ല, നമ്മുടെ ഈ ഒരു പെരുമാറ്റം കൊണ്ട് നമ്മൾ ഐസൊലേറ്റഡ് ആയി പോകുന്നൊരു കണ്ടീഷൻ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഒരു സൈക്കോളജിസ്റ്റിനെ കാണേണ്ടതില്ലേ? അതെ, അതായത് ഇപ്പോൾ നമ്മൾ ഭയങ്കരമായിട്ട് ഒറ്റപ്പെട്ടു, നമുക്ക് ഒരു രീതിയിലുള്ള ഒരു റൊമാൻറ്റിക് റിലേഷൻഷിപ്പ് ആയിക്കോട്ടെ, ഒരു ഫ്രണ്ട്ഷിപ്പ് ആയിക്കോട്ടെ, ഇതൊന്നും നിലനിന്ന് പോകുന്നില്ല എന്നുണ്ടെങ്കിൽ സ്വാഭാവികമായിട്ടും നമ്മളൊരു പ്രൊഫഷണൽ ഹെൽപ്പ് സീക്ക് ചെയ്യുന്നത് നല്ലതാണ്. അതിന് വേറൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ, എന്നെ ചുറ്റുപാടുള്ള ആരും മനസ്സിലാക്കുന്നില്ല, ഞാൻ ഒറ്റയ്ക്കാണ് എന്നുള്ളൊരു അമിതമായിട്ടുള്ള ഒരു തോന്നൽ വരുന്ന സമയത്ത് അവിടെ ഒരു ക്രോണിക് സെൻസ് ഓഫ് ലോൺലിനെസ് എന്ന് പറയില്ലേ, ഒരു ഭയങ്കര പെർസിസ്റ്റൻ്റ് ആയിട്ടുള്ള ഒരു ഹോളോ ഫീലിംഗ്, ആ ഒരു ഫീലിംഗ് വരുന്ന സമയത്ത് ചിലപ്പോൾ അത് ഒരു സൂയിസൈഡൽ അറ്റംപ്റ്റിലേക്കോ അല്ലാന്നുണ്ടെങ്കിൽ സെൽഫ് ഹാം അറ്റംപ്റ്റിലേക്കോ ഒക്കെ പോകാനുള്ള സാധ്യതയുണ്ട്. അപ്പം അതിനേക്കാളും നല്ലത് ആ ഒരു ഫീലിംഗിൽ കുറച്ച് ദിവസം നമ്മൾ ഇരുന്ന് നമുക്ക് ഒറ്റയ്ക്ക് അതിൽ നിന്ന് പോരാൻ പറ്റുന്നില്ല എന്ന് തോന്നുകയാണെങ്കിൽ ഒരു പ്രൊഫഷണൽ ഹെൽപ്പ് സീക്ക് ചെയ്യുന്നത് തന്നെയാണ്. ബൈപോളർ അഫക്റ്റീവ് ഡിസോർഡറും ബോർഡർ ലൈൻ പേഴ്സണാലിറ്റി ഡിസോർഡറും ഇത് രണ്ടും തെറ്റിപ്പോകാനുള്ള ഒരു സാധ്യതയുണ്ടല്ലോ, ഇത് തമ്മിലുള്ള വ്യത്യാസം എന്തൊക്കെയാണ്? തെറ്റിപ്പോകാനുള്ള സാധ്യത എന്ന് പറഞ്ഞാൽ ഒന്ന് എനിക്ക് തോന്നുന്നു അതിൻ്റെ ആ ഒരു നമ്മൾ പറയുന്ന BPAD BPD എന്നൊക്കെ പറയുന്നതിന് ഡിഫറൻസ് ആയിരിക്കും. ഇപ്പോൾ ബൈപോളർ അഫക്റ്റീവ് ഡിസോർഡർ എന്ന് പറയുന്നത് അതിൽ കുറച്ചുകൂടെ നമ്മുടെ ഇമോഷൻസ്, ഇപ്പം ഒരു ഡിപ്രസീവ് എപ്പിസോഡ് അല്ലെങ്കിൽ ഒരു ഉന്മാദാവസ്ഥ, ഇതൊക്കെ എന്ന് പറയുന്നത് ഒരു കുറച്ച് ദിവസങ്ങൾ അല്ലെങ്കിൽ കുറച്ച് മാസങ്ങളോളം നീണ്ടു നിൽക്കുന്ന ഒരവസ്ഥയാണ്. നേരെ മറിച്ച് ബോർഡർ ലൈൻ പേഴ്സണാലിറ്റി ഡിസോർഡർ ഉള്ള ഒരാളെ സംബന്ധിച്ചിടത്തോളം ഇന്ന് രാവിലെ എണീക്കുമ്പോൾ ഇന്ന് നല്ലൊരു ദിവസമാണ്, എല്ലാം ഓക്കെ ആണ് വിചാരിച്ച് രാവിലെ എണീക്കും. ചിലപ്പോൾ ഉച്ചയ്ക്ക് ചിലപ്പോൾ ബോയ് ഫ്രണ്ടുമായിട്ട് എന്തെങ്കിലുമൊക്കെ പ്രശ്നങ്ങളുണ്ടായി, അതിനുശേഷം ചിലപ്പോൾ രാത്രി ആകെ ഭയങ്കര ലോ മൂഡായി, അങ്ങനെയൊക്കെ ആവാൻ സാധ്യതയുണ്ട്. ഇതാണ് ആ ഒരു അഫക്റ്റ് വൈസ് ഉണ്ടാവുന്ന ഡിഫറൻസിൽ മെയിനായിട്ടുള്ളതൊരു ഇത്. അതായത് ബോർഡർ ലൈൻ പേഷ്യൻസിൽ ഇത്തരത്തിലുള്ള ഒരു ചേഞ്ചസ് ആണ് വരുന്നത്.
ഈ പറയുന്ന ബൈപോളാർ എന്ന് പറയുന്ന സമയത്ത് അത് അറ്റ്ലീസ്റ്റ് കുറച്ച് ഡേയ്സ് അല്ലെങ്കിൽ കുറച്ച് മന്ത്സ് വരെ നീണ്ടു നിൽക്കുന്ന എപ്പിസോഡാണ്. അതായത് ഒരു ഉന്മാദാവസ്ഥ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അതൊരു 4 to 7 days എങ്കിലും മിനിമം ഉണ്ടാവും. അതിനപ്പുറത്തേക്കും പോകാൻ സാധ്യതയുണ്ട് എന്നുള്ളതാണ്. ഒരു ഡിപ്രസീവ് എപ്പിസോഡ് ആണെന്നുണ്ടെങ്കിലും അങ്ങനെ തന്നെയാണ്. അപ്പോൾ അത് ഒരിക്കലും രാവിലെ ഞാൻ എണീക്കുമ്പോൾ ഇങ്ങനെയായി വൈകുന്നേരത്തേക്ക് അത് മാറി അങ്ങനെ ഒരിക്കലും ഒരു ഫ്ലക്ച്വേഷൻ വരില്ല. അതാണ് അതിൻ്റെ മേജർ ഡിഫറൻസ് എന്ന് പറയുന്നത്. ഓക്കെ. അതുപോലെ കുട്ടികളിൽ ഉണ്ടാവുന്ന അമിത വാശിയുണ്ട്. അവർക്ക് ചില സമയം അവർ ഹൈപ്പർ ആക്റ്റീവ് ആയിരിക്കും, അവർ ദേഷ്യം പിടിക്കും, അവർ വാശി പിടിക്കും. അപ്പം അവരിൽ ചില ഇത്തരം രീതികൾ കാണുമ്പോൾ ഗ്രാൻഡ് പാരൻസ് ആണെങ്കിലും പാരൻസ് ആണെങ്കിലും അതിനെ പ്രസൻറ്റ് ചെയ്യുക, കുട്ടി ഭയങ്കര ആക്റ്റീവാണ്, വൈബ്രൻ്റ് ആണ്, അല്ലെങ്കിൽ വാശി പിടിച്ചെല്ലാം നേടും എന്നൊക്കെ ആയിരിക്കുമല്ലോ. അപ്പോൾ കുട്ടികളിൽ ഉണ്ടാവുന്ന ഇത്തരം കണ്ടീഷൻസ് ഉണ്ടല്ലോ, ബോർഡർ ലൈൻ പേഴ്സണാലിറ്റി ഡിസോർഡർ പോലെയുള്ള അവസ്ഥകൾ, ഇതെങ്ങനെയാണ് നമുക്ക് തിരിച്ചറിയാൻ വേണ്ടിയിട്ട് സാധിക്കുന്നത്? അതിൽ ഏറ്റവും വലിയൊരു കറക്ഷൻ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കുട്ടികളിൽ ഒരിക്കലും നമുക്ക് ബോർഡർ ലൈൻ പേഴ്സണാലിറ്റി ഡിസോർഡർ എന്ന് പറയുന്നത് ഡയഗ്നോസ് ചെയ്യാൻ പറ്റില്ല. അതായത് ഒരു പേഴ്സണാലിറ്റി ഡിസോർഡർ എന്നുള്ള രീതിയിൽ ഡയഗ്നോസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ അറ്റ്ലീസ്റ്റ് 18 and above ആയിരിക്കണം എന്നുള്ളതാണ്. 18 വയസ്സുള്ള ഒരാളോട് മാത്രമേ നിങ്ങൾക്ക് ഇന്ന ഡിസോർഡർ ആണെന്ന് പറയാൻ പറ്റുള്ളൂ. നേരെ മറിച്ച് 17 വയസ്സുള്ള ഭയങ്കര ബോർഡർ ലൈൻ പേഴ്സണാലിറ്റി ഫീച്ചേഴ്സ് തോന്നുന്ന ഒരാളെ അവിടെ നമ്മൾ ബൈപോളർ ഈ പറയുന്ന ബോർഡർ ലൈൻ പേഴ്സണാലിറ്റി ട്രെയ്റ്റ്സ് ഉണ്ട് എന്നുള്ള രീതിയിൽ മാത്രമേ നമുക്ക് പറയാൻ പറ്റുള്ളൂ. അവിടെ നമ്മൾ ട്രെയ്റ്റ്സ് എന്നുള്ള വാക്കാണ് യൂസ് ചെയ്യുക. ഒരിക്കലും ഇത് ഇന്ന പേഴ്സണാലിറ്റി ഡിസോർഡർ ആണെന്നുള്ള രീതിയിൽ നമുക്ക് പറയാൻ പറ്റില്ല എന്നുള്ളതാണ്. ഇപ്പോൾ കുട്ടികളിലാണെന്നുണ്ടെങ്കിലും ഇപ്പോൾ ബോർഡർ ലൈൻ പേഴ്സണാലിറ്റി ഡിസോർഡർ ഉള്ള കുട്ടികളിലും ചിലപ്പോൾ അമിതമായിട്ടുള്ള വാശി ബഹളം കാര്യങ്ങളൊക്കെ ഉണ്ടാവും. അത് കുറച്ചുകൂടി ടീനേജിലേക്ക് വരുന്ന സമയത്ത് ഒരു 8th to 12th സ്റ്റാൻഡേർഡിൽ പഠിക്കുന്ന സമയത്ത്, എസ്പെഷ്യലി ഇപ്പോൾ ഞാൻ കാണുന്ന കൂടുതലും പേഷ്യൻസിലും 11th and 12th പഠിക്കുന്ന സമയത്ത് ഡ്രാസ്റ്റിക് ആയിട്ടുള്ള ചേഞ്ചസ് ഉണ്ട്. അതായത് 11th and 12th പഠിക്കുന്ന ആ ഒരു കൗമാര പ്രായത്തിൽ തന്നെ മൾട്ടിപ്പിൾ റിലേഷൻഷിപ്സ്, അതേപോലെ തന്നെ ഒരു 6th പഠിക്കുമ്പോൾ മുതലേ സെൽഫ് ഹാം ഈ പറയുന്ന കയ്യിലും തൈസിലൊക്കെ ആയിട്ടുള്ള സെൽഫ് ഹാം അറ്റംപ്റ്റും കാര്യങ്ങളൊക്കെ ആ ഒരു പ്രായം മുതലേ ഉള്ള ആൾക്കാരുണ്ട്. അപ്പോൾ ആ സമയത്തെ നമുക്ക് കൃത്യമായിട്ട് അത് ഐഡൻറ്റിഫൈ ചെയ്യാനും ട്രീറ്റ് ചെയ്യാനും പറ്റുകയാണെന്നുണ്ടെങ്കിൽ അതൊരു പേഴ്സണാലിറ്റി ഡിസോർഡർ ആയിട്ട് മാറാതിരിക്കാനും നമുക്ക് ശ്രദ്ധിക്കാം എന്നുള്ളതാണ്. പിന്നെ കുട്ടികളിൽ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അമിതമായിട്ടുള്ള വാശി, കുട്ടികൾ എന്തിനെങ്കിലൊക്കെ അമിതമായിട്ട് ഇപ്പം നമ്മൾ ഷോപ്പിംഗ് മാളിലൊക്കെ ചെന്ന് കഴിഞ്ഞാൽ കുട്ടികൾ ചിലപ്പോൾ കാണാം ഭയങ്കരമായിട്ട് വാശി പിടിച്ച് കരഞ്ഞ് ബഹളം വെച്ച് ഓരോ സാധനങ്ങളൊക്കെ വാങ്ങിയെടുക്കാൻ വേണ്ടിയിട്ട് നോക്കും. പക്ഷേ ആ ഒരു ബിഹേവിയർ മാക്സിമം എൻകറേജ് ചെയ്യാതിരിക്കുക എന്നുള്ളതാണ് ഏറ്റവും നല്ലത്. കാരണം അങ്ങനെ നമ്മൾ ചെയ്യുന്ന സമയത്ത് കുട്ടിയോട് നമ്മൾ അൺനോയിങ്ലി പറയാണ്, നീ കരഞ്ഞോ, നിനക്ക് അറിഞ്ഞു കഴിഞ്ഞാൽ നിനക്ക് എന്തും ഞാൻ വാങ്ങിത്തരും എന്നുള്ള രീതിയിൽ നമ്മൾ പറയാം. അപ്പോൾ കുട്ടിക്ക് നമ്മൾ ഇന്ന് ഹാംലീസിന് ഒരു ടോയ് വാങ്ങിക്കൊടുത്തു കഴിഞ്ഞാൽ നാളെ നമ്മൾ അല്ലെങ്കിൽ അടുത്ത ആഴ്ച നമ്മൾ ഹാംലീസിന് മുന്നിൽ കൂടെ പാസ് ചെയ്യുമ്പോൾ കുട്ടി പിന്നെയും കരയും. അന്നും വാങ്ങിക്കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ സ്വാഭാവികമായിട്ടും നമ്മൾ എപ്പോഴും വാങ്ങിക്കൊടുക്കേണ്ട ഒരു അവസ്ഥ വരും. നമ്മളിത് കുറേ പ്രാവശ്യം ചെയ്ത് 4-5 പ്രാവശ്യം ചെയ്ത് കഴിഞ്ഞിട്ട് കുട്ടിയോട് എന്തത് എപ്പോഴും വാങ്ങി തരുന്നത് പറഞ്ഞ് വാശി പിടിച്ചാൽ എങ്ങനെ ശരിയാവുക എന്നുള്ള രീതിയിൽ ചോദിക്കുമ്പോൾ കുട്ടിക്ക് കൺഫ്യൂഷനാണ്. കാരണം നമ്മൾ തന്നെയല്ലേ പറഞ്ഞത് കരഞ്ഞായി വാങ്ങിക്കൊടുക്കും എന്നുള്ളത്. ആ ഒരു ഇത് ഉണ്ടാക്കിയെടുക്കാതിരിക്കുന്നതാണ് എപ്പോഴും നല്ലത്. പിന്നെ കുട്ടികൾ വളർന്നു വരുന്തോറും അവരുടെ ആവശ്യങ്ങളിൽ മാറ്റം വരും. ഇന്നിപ്പോൾ ഒരു കിൻഡർ ജോയ്ക്ക് വേണ്ടി കരയണ കുട്ടി നാളെ ചിലപ്പോൾ അതിലും വലിയൊരു സാധനത്തിന് വേണ്ടിയിട്ടായിരിക്കും കരയണത്. അത് നമുക്ക് അഫോർഡബിൾ ആയിരിക്കണം എന്ന് നിർബന്ധമില്ല. അതും നമ്മൾ മനസ്സിൽ വെക്കുന്നത് നല്ലതാണ്. ഒരു സോഷ്യൽ മീഡിയയിൽ ഒരു പോസ്റ്റ് ഭയങ്കരമായിട്ട് വൈറലായിരുന്നു. ഒരു അച്ഛൻ മകളുടെ മരണശേഷം എഴുതിയ ഒരു ലെറ്റർ. അതൊരു ബോർഡർ ലൈൻ പേഴ്സണാലിറ്റി ഡിസോർഡർ ഉള്ള ഒരു കുട്ടിയുടെ അച്ഛൻ ഭയങ്കര ഇമോഷണലായി എഴുതുകയും പിന്നീട് ആ കുട്ടിയുടെ മരണശേഷം ഭയങ്കര വൈറലാവുകയൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഈ കൗമാരപ്രായത്തിലെത്തുന്ന കുട്ടികൾ നമ്മളിപ്പോൾ കാണുന്നതാണ് സൂയിസൈഡ് ചെയ്യുക എന്ന് പറയുന്ന ഒരു കാര്യം. ജനലിലൊക്കെ തോർത്ത് കുരുക്കിയൊക്കെ മരിക്കാന്ന് പറയുമ്പോൾ നമ്മൾ വിചാരിക്കും നമ്മളൊന്നും ചെറുപ്പത്തിൽ അങ്ങനെ ചിന്തിച്ചിട്ടില്ലല്ലോ, കുട്ടികൾ എങ്ങനെ ഇങ്ങനത്തെ ഒരു കണ്ടീഷനിലേക്ക് പോകുന്നത്, എങ്ങനെയാ സെൽഫ് ഹാം ചെയ്യാൻ പറ്റുന്നത്. അപ്പം ഇത്തരം ഒരു അവസ്ഥയിലൂടെയൊക്കെ കടന്നു പോകുന്ന കുട്ടികളായിരിക്കുമോ ഈ ഒരു കണ്ടീഷനിലൊക്കെ ചെന്നെത്തിപ്പെടുക? ഇപ്പോൾ ചൈൽഡ്ഹുഡ് ഡിപ്രഷൻ എന്ന് പറയുന്നത് ഇപ്പോൾ ഭയങ്കര കുറച്ചുകൂടി കോമൺ ആയിട്ട് വരുന്നുണ്ട്. അത് മാത്രമല്ല ഇപ്പോൾ ഒരു പോസ്റ്റ് കോവിഡ് ശേഷം കുട്ടികളുടെ ഇടയിലുള്ള ഈ ഒരു ആത്മഹത്യാ പ്രവണത, അതേപോലെ തന്നെ ആത്മഹത്യ ചെയ്യുന്ന കുട്ടികളുടെ എണ്ണം വളരെ കൂടുതലാണ്. അതൊരു ബോർഡർ ലൈൻ പേഴ്സണാലിറ്റി ഡിസോർഡറിൻ്റെ ട്രേറ്റ്സ് ഉള്ളത് കൊണ്ട് മാത്രമായിരിക്കണം എന്നില്ല. ഡിപ്രസീവ് സിംറ്റംസോ ഓവറായിട്ടുള്ള ആൻസൈറ്റിയോ ഒക്കെ അതിനൊരു കാരണമായിരിക്കാം എന്നുള്ളതാണ്. അപ്പോൾ അതിൽ ഈ പറഞ്ഞതുപോലെ ഇപ്പോൾ കുട്ടികൾ ഇതൊക്കെ അതുകൊണ്ടാണ് നമ്മൾ പറയുന്നത് കുട്ടികൾ എന്തൊക്കെ കണ്ടന്റ് ആണ് കാണുന്നത് എന്നുള്ളത് നമ്മൾ കൃത്യമായിട്ട് ഇതാക്കണം എന്നുള്ളത്. ഇപ്പം ആ ഒരു കാരണം കൊണ്ടൊക്കെയാണ് ഇപ്പോൾ നമ്മളൊരു സൂയിസൈഡ് ആണെന്നുണ്ടെങ്കിൽ പോലും ഒരു ന്യൂസ് പേപ്പറിൽ അല്ലെങ്കിൽ ഒരു മീഡിയയിൽ ഇങ്ങനെ റിപ്പോർട്ട് ചെയ്യാൻ പാടുള്ളൂ എന്നുള്ള രീതിയിൽ WHO വളരെ ക്ലിയർ ആയിട്ടുള്ള ഗൈഡ് ലൈൻസ് ഉണ്ട്. പക്ഷെ നമ്മൾ അങ്ങനെയല്ല റിപ്പോർട്ട് ചെയ്യുന്നത്. നമ്മളിത് ഇന്നടുത്ത് പോയി കയർ വാങ്ങി ഇങ്ങനെ ചെയ്തു, ഈ ടൈം ലൈൻ ആ ടൈം ലൈൻ എന്നൊക്കെ പറയുന്ന സമയത്ത് കുട്ടികൾ ഇതൊക്കെ വായിക്കുന്നുണ്ട്. കാരണം നമ്മളിതൊക്കെയും കുട്ടികൾക്ക് ഈസിലി ആക്സസിബിൾ ആണ്. എല്ലാവരും ഇപ്പോൾ ഈ പറയുന്ന പോലെ ഇൻസ്റ്റഗ്രാമും കാര്യങ്ങളൊക്കെ
5ലും 6ലൊക്കെ പഠിക്കുന്ന കുട്ടികൾക്ക് ഉള്ളതാണ്. അപ്പോൾ അവരെ സംബന്ധിച്ചിടത്തോളം അപ്പോൾ നെക്സ്റ്റ് ടൈം എന്തെങ്കിലും ഒരു പ്രശ്നം വരുന്ന സമയത്ത് ഇങ്ങനെ ചെയ്യാം എന്നുള്ള രീതിയിൽ വരും. പിന്നെ അതേപോലെ തന്നെ ഒരു മോഡലിംഗ് ബിഹേവിയർ ആവാം. അപ്പം നമുക്ക് വളരെ ഇഷ്ടപ്പെട്ട ആരെങ്കിലുമൊക്കെ, ഇപ്പം സുശാന്ത് സിംഗ് രജ്പുത്ത് മരിച്ച സമയത്ത് ഒരുപാട് കുട്ടികൾ അങ്ങനെ ആത്മഹത്യ ചെയ്തിട്ടുണ്ടായിരുന്നു. അത് ആ ഒരു ഇഷ്ടത്തിൻ്റെ പുറത്ത്. പിന്നെ അതേപോലെ തന്നെ നമ്മളും സിമിലർ ആയിട്ടുള്ള പ്രശ്നങ്ങളിലൂടെ കടന്നു പോകുന്നൊരവസ്ഥയാണെന്നുണ്ടെങ്കിൽ ഇത് തന്നെയാണ് ഒരു എസ്കേപ്പ് എന്നുള്ള രീതിയിൽ നമുക്ക് തോന്നാൻ സാധ്യതയുണ്ട്. അപ്പം കുട്ടികളിൽ ഇത്തരത്തിലുള്ള പ്രവണത ചിലപ്പോൾ ഡിപ്രസീവ് സിംറ്റംസിൻ്റെയും അല്ലാന്നുണ്ടെങ്കിൽ അവർ കടന്നു പോകുന്ന ബുള്ളിയിങ്, സെക്ഷൽ അബ്യൂസ്, ഇങ്ങനെയുള്ള ഒരുപാട് ഫാക്ടേഴ്സിൻ്റെയും കാരണം കൊണ്ടും ആവാം. ഈവൻ ഡ്രഗ് അബ്യൂസ് പോലും അതിലൊരു കാരണമാവാം. പിന്നെ നമ്മൾ കാണുന്ന വേറൊരു മേജർ റീസൺ എന്ന് പറയുന്നത് ഇന്റർനെറ്റ് അഡിക്ഷൻ ആണ്. ഇന്റർനെറ്റ് അഡിക്ഷൻ എന്ന് പറയുന്നതിനേക്കാളും എനിക്ക് തോന്നുന്നു ഗെയിമിംഗ് അഡിക്ഷൻ ആണെന്ന് തോന്നുന്നു. അതായത് ഗെയിമിംഗ് കൂടുതലായത് 12 to 14 hours, 12 to 16 hours ഒക്കെ രാത്രി മുഴുവൻ ഗെയിം കളിച്ച് കിടന്നുറങ്ങുക. പിന്നെ ഗെയിമിന് വേണ്ടിയിട്ട് കൂടുതൽ ടൈം സ്പെൻഡ് ചെയ്യുക, അതിലേക്ക് കൂടുതൽ പൈസ ഇൻവെസ്റ്റ് ചെയ്യുക, സ്കോളർഷിപ്പിൻ്റെ എമൗണ്ട് ഒക്കെ. അതൊക്കെ 2-3 കേസുകൾ നമുക്ക് അങ്ങനെ വളരെ വൈറലായിട്ടുള്ള കേസുകൾ അങ്ങനെ തന്നെ ഉണ്ടായിരുന്നു. അതായത് കുട്ടി പോയി ആത്മഹത്യ ചെയ്തിട്ട് എന്താ പറ്റിയത് പോലും നമുക്കറിയാതെ പിന്നീടാണ് അത് ഇങ്ങനെ ഒരു കാരണം കൊണ്ടാണ് അങ്ങനെ ചെയ്തത് എന്നുള്ളതൊക്കെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റണം. അപ്പോൾ ഈ പറയുന്ന സോഷ്യൽ മീഡിയ അല്ലെങ്കിൽ ഗെയിമിംഗ് അഡിക്ഷൻ എന്ന് പറയുന്നതും വളരെ റിയൽ ആയിട്ടുള്ള കാര്യം. അപ്പോൾ ചിലപ്പോൾ പേരൻസ് പറയുമോ അവൻ അല്ലെങ്കിൽ അവൾ എപ്പോഴും എങ്ങോട്ടും പുറത്തു പോകാറില്ല, എപ്പോഴും റൂമിൽ തന്നെയാണ്, റൂമിലിരുന്ന് പഠിക്കുകയാണ്, റൂമിലിരുന്ന് കുട്ടി പഠിക്കുകയാണോ അതോ ഗെയിം ചെയ്യാണോ എന്നുള്ളതും കൂടി നമ്മൾ നോക്കണം എന്നുള്ളതാണ്. പിന്നെ അതേപോലെ തന്നെ ചിലപ്പോൾ ബോർഡർ ലൈൻ പേഴ്സണാലിറ്റി ഡിസോർഡർ ഉള്ള കുട്ടികളിലും ഈ ഒരു 8 മുതലൊക്കെയുള്ള ഒരു പ്രായം മുതൽ സൂയിസൈഡൽ ടെൻഡൻസീസ് അമിതമായിട്ട് കാണിക്കാനുള്ള സാധ്യതയുണ്ട്. ഇപ്പം ക്രിസ്റ്റീന മെൻഷൻ ചെയ്ത ആ ഒരു ഇതിൽ അച്ഛൻ എഴുതിയിരിക്കുന്ന എനിക്കൊന്ന് പ്രിയപ്പെട്ട അമ്മൂന് എന്ന് പറഞ്ഞിട്ടുള്ളൊരു ഇതാണ്. അത് വായിക്കുന്ന സമയത്ത് നമുക്ക് എല്ലാവർക്കും ഭയങ്കര ഇതുണ്ടാവും. അപ്പോൾ ഈ പറഞ്ഞതുപോലെ ചിലപ്പോൾ സൊസൈറ്റിയിൽ ഭയങ്കര ഹൈ ഫങ്ഷനിങ് ആയിട്ടുള്ള കുട്ടികളായിരിക്കും, നന്നായി പഠിക്കണു, സ്കൂളിൽ ഭയങ്കര മിടുക്കായിരിക്കും, എല്ലാ ആർട്സ് സ്പോർട്സ് എല്ലാത്തിലും ഇതാക്കണു. പക്ഷെ അവർക്ക് ഒരു ഇമോഷണലി ഒരു ഇഷ്യൂസ് വരുന്ന സമയത്ത് അത് അവർക്ക് സ്വന്തമായി മാനേജ് ചെയ്യാൻ പറ്റുന്നില്ല എന്നുള്ളതാണ്. അപ്പം അങ്ങനെയുള്ള കുട്ടികൾ ഇപ്പം നമ്മുടെ കുട്ടികളാണെന്നുണ്ടെങ്കിൽ അങ്ങനെ സഫർ ചെയ്യുന്നുണ്ടെന്ന് തോന്നുകയാണെങ്കിൽ ഒരു പ്രൊഫഷണൽ ഹെൽപ്പ് സ്വീകരിക്കുന്നതിൽ മടിക്കേണ്ട കാര്യമൊന്നുമില്ല. പിന്നെ അതേപോലെ എപ്പോഴെങ്കിലൊക്കെ നമ്മുടെ കുട്ടികളുടെ കയ്യിലോ കാലിലോ ഒക്കെ ഇങ്ങനെ ഇത്തരത്തിലുള്ള എന്തെങ്കിലും മാർക്സ് ഉണ്ടോ, കുട്ടികൾക്ക് അങ്ങനെ സ്വയമായിട്ട് ഉപദ്രവിക്കാനുള്ള ഹേർട്ട് ചെയ്യാനുള്ള ഒരു ടെൻഡൻസി ഉണ്ടോ എന്നുള്ളതൊക്കെ ശ്രദ്ധിക്കുന്നത് നല്ലതായിരിക്കും. ഇത്തരം അവസ്ഥയിലൂടെ കടന്നു പോകുന്ന കുട്ടികളുടെ രക്ഷിതാക്കളുണ്ടല്ലോ, മാതാപിതാക്കൾ, അവരെന്തൊക്കെ മുൻകരുതലുകളാണ് സ്വീകരിക്കേണ്ടത്? അവരുടെ അടുത്ത് ഒന്ന് നമ്മൾ പറയാറില്ല എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവരുടെ ഇടയിൽ പ്രശ്നങ്ങൾ ഉണ്ടാവും ചിലപ്പോൾ. അത് റിസോൾവ് ചെയ്യാന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്. അതായത് ഇപ്പോൾ ഫാദർ സ്ഥിരമായി മദ്യപിച്ച് വരുന്ന ഫാദർ ആയിരിക്കും, സ്ഥിരമായി മദ്യപിച്ച് വന്ന് ചിലപ്പോൾ അമ്മയെ ഉപദ്രവിക്കുക, അമ്മയെ അടിക്കുക, അങ്ങനെയുള്ള പ്രശ്നങ്ങളുണ്ടാവും. അങ്ങനെയുള്ള ഒരു എൻവയൺമെൻറ്റിൽ ഈ കുട്ടിക്ക് ഒരിക്കലും ഈ പറയുന്ന രീതിയിൽ സ്കിൽസൊക്കെ പഠിച്ച് തെറപ്പിയൊക്കെ എടുത്ത് മുന്നോട്ട് പോകാമെന്ന് പറയുന്നത് പ്രാക്ടിക്കലി പോസിബിൾ ആയിട്ടുള്ള കാര്യമല്ല. അപ്പോൾ അവരുടെ ഇടയിലുള്ള പ്രശ്നങ്ങൾ സോൾവ് ചെയ്യുക. പിന്നെ അതേപോലെ തന്നെ ചില പേരൻസ് ചിലപ്പോൾ ഫാദർ ഓർ മദർ ഭയങ്കര ക്രിട്ടിക്കൽ ആവാനുള്ള സാധ്യതയുണ്ട്. എന്ത് ചെയ്താലും ഇങ്ങനെ കുറ്റപ്പെടുത്തി സംസാരിക്കുക, അല്ലെങ്കിൽ അഴിഞ്ഞാടി നടക്കുക, അല്ലെങ്കിൽ അങ്ങനെയാണ് ഇങ്ങനെയാണ് എന്നുള്ള രീതിയിൽ വളരെ മോശമായിട്ടുള്ള സ്റ്റേറ്റ്മെൻറ്റ്സ് ഉപയോഗിക്കുക. ഇപ്പം ഈ അടുത്ത് ഞാൻ കണ്ടുകൊണ്ടിരിക്കുന്ന എൻ്റെ പേഷ്യൻ്റ് പറയുമായിരുന്നു, ചെറുതാവുമ്പോൾ 2ലൊക്കെ പഠിക്കുന്ന സമയത്ത് നമ്മൾ ഈ അമ്മയും കുട്ടിയും കളിക്കുന്ന പ്രായം ഉണ്ടല്ലോ, ആ പ്രായത്തിൽ ആരാവണം ചോദിച്ചപ്പോൾ ഇവർ കളിക്കണതിൻ്റെ ഇടയിൽ എനിക്ക് പ്രോസ്റ്റിറ്റ്യൂട്ട് ആയാൽ മതി എന്ന് പറഞ്ഞ ഒരു ഓർമ്മ, അതിൻ്റെ മലയാളം വാക്ക് ഉപയോഗിച്ച ഒരു ഓർമ്മ കുട്ടിക്കുണ്ട്. നൗ ഷീ ഈസ് 31. അപ്പോൾ ആൾ പറയുന്നു അന്ന് ഞാനത് പറഞ്ഞതിൻ്റെ കാരണം വീട്ടിലും പലപ്പോഴും സ്കൂളിലൊക്കെ ആയിട്ട് ഈ 2ലും 3ലൊക്കെ പഠിക്കുന്ന കുട്ടീനെ ഇങ്ങനെ പലപ്പോഴായി വിളിച്ചതുകൊണ്ട് ഈ കുട്ടി വിചാരിക്കുന്നത് ഇത് ശരിയാണെന്നുള്ളതാണ്. അപ്പോൾ അങ്ങനെ നമ്മൾ ഉപയോഗിച്ച് സ്ലട്ട് ഷെയ്മിങ് ഒക്കെ ഇപ്പോൾ സ്കൂളുകളിലാണെങ്കിലും വീട്ടിലാണെന്നുണ്ടെങ്കിലും ഭയങ്കര കോമൺ ആണ്. ഒന്ന് ഒരുങ്ങി ഒരു പെൺകുട്ടി ഇറങ്ങി കഴിഞ്ഞ് കഴിഞ്ഞാൽ, അല്ലെങ്കിൽ ഒരു ഷോർട്ട് ഡ്രസ്സ് ഇട്ട് കഴിഞ്ഞാൽ നീ ആരെ വശീകരിക്കാനാണ്, നീ ആരെ കാണാനാണ്, നീ ഏതവൻ്റെ കൂടെ പോകുന്നത്, ഇത്തരത്തിലുള്ള സ്റ്റേറ്റ്മെൻറ്റ്സ് ഒക്കെ ഉപയോഗിക്കുന്ന ഒരുപാട് പേരൻസ് റിലേറ്റീവ്സ് ഒക്കെ ഉണ്ട്. അപ്പോൾ ഇത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ കുട്ടിയുടെ ഇമോഷൻസിനെ ബാധിക്കാൻ സാധ്യതയുണ്ട്. ഇങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങൾ ചേർത്തിട്ട് നമ്മളവരെ പ്രോപ്പറായിട്ട് സൈക്കോ എഡ്യൂക്കേറ്റ് ചെയ്യാണ് ചെയ്യാറുള്ളത്. പിന്നെ അതേപോലെ തന്നെ സൂയിസൈഡ് റിലേറ്റഡ് ആയിട്ടുള്ള ത്രെഡ്സും കാര്യങ്ങളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ ഇപ്പോൾ നമ്മൾ കോൺഫിഡൻഷ്യാലിറ്റി ബ്രേക്ക് ചെയ്യാനുള്ള ഒരു സിറ്റുവേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇപ്പോൾ പേഷ്യൻ്റ് പറയുകയാണ് എനിക്ക് ഭയങ്കര സൂയിസൈഡൽ തോട്ട് ഉണ്ട്, ഞാൻ ഇന്ന് സൂയിസൈഡ് ചെയ്യാൻ സാധ്യതയുണ്ട് എന്ന് പറയുകയാണ്. അപ്പോൾ നമ്മളും അത് കൃത്യമായിട്ടൊന്ന് ഇവാലുവേറ്റ് ചെയ്യും. നമുക്കും തോന്നുകയാണ് എന്തെങ്കിലും ചെയ്യാൻ സാധ്യത ഉണ്ടെന്ന് തോന്നുകയാണെങ്കിൽ നമ്മൾ ഈ പറയുന്ന പേരൻസോ അല്ലെങ്കിൽ ഇപ്പോൾ ഹോസ്റ്റലിലൊക്കെ താമസിക്കുന്ന കുട്ടിയാണെങ്കിൽ ആ കുട്ടിയുടെ റൂംമേറ്റിനെയോ നമ്മൾ അവിടെ കോൺഫിഡൻഷ്യാലിറ്റി ബ്രേക്ക് ചെയ്ത് അവിടെ ഒന്ന് ശ്രദ്ധിക്കണം എന്നുള്ള രീതിയിൽ പറയും. അപ്പോൾ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഈ പറഞ്ഞ പോലെ
ഒരു മുറിയിൽ സൂസൈഡ് ചെയ്യാൻ അല്ലെങ്കിൽ സെൽഫ് ഹാം ചെയ്യാൻ എന്തൊക്കെ സാധനങ്ങൾ ഉപയോഗിക്കാൻ പറ്റും? ഫേഷ്യൽ ഇറേസർ, നമ്മൾ ഷേവ് ചെയ്യുന്ന സാധനം, പിന്നെ ഹാർപ്പിക്ക് പോലെയുള്ള സാധനങ്ങൾ, സോപ്പ്, ഷാംപൂ, ഇങ്ങനത്തെ സാധനങ്ങൾ, പിന്നെ അതേപോലെ കത്തി, ഫോർക്ക്, ഇങ്ങനെയുള്ള എല്ലാ സാധനങ്ങളും കുട്ടിയുടെ ആക്സസിബിലിറ്റിയിൽ നിന്ന് മാറ്റി നിർത്തുക എന്നുള്ളതാണ്. ഒരു രീതിയിൽ അതിന് ആക്സസിബിലിറ്റി കൊടുക്കാതിരിക്കുക എന്നുള്ളതാണ്. പിന്നെ അതേപോലെ ശ്രദ്ധിക്കുക എന്ന് വെച്ചിട്ട് എപ്പോഴും റൂമിൽ പോയിട്ട് എത്തി നോക്കുക, കുട്ടിക്ക് ഒരു രീതിയിലും പ്രൈവസി കൊടുക്കാതിരിക്കുക എന്നുള്ളതല്ല. പക്ഷെ എന്ത് സംഭവിച്ചാലും എന്ത് ഇമോഷൻസ് ഉണ്ട് എന്നുണ്ടെങ്കിലും ഐ ആം ദെയർ ഫോർ യു അല്ലെങ്കിൽ വി ആർ ദെയർ ഫോർ യു എന്നുള്ളൊരു തോട്ട് ആ കുട്ടിക്ക് ഉണ്ടാക്കി കൊടുക്കാൻ കഴിയുകയാണെന്നുണ്ടെങ്കിൽ കുറേയൊക്കെ നമുക്കിത് മാനേജ് ചെയ്ത് പോകാൻ പറ്റും. BPD ഉള്ള എല്ലാവരും ഒരേപോലെ ആയിരിക്കുമോ പെരുമാറുക, അതോ ഓരോരുത്തർക്ക് അനുസരിച്ച് അവരുടെ പെരുമാറ്റത്തിലൊക്കെ വ്യത്യാസങ്ങൾ ഉണ്ടായിരിക്കുമോ? BPD എന്നല്ല, ഒരു സൈക്കോളജിക്കൽ ഡിസോർഡറുള്ള ആൾക്കാരും ഒരേപോലെ പെരുമാറണമെന്ന് നിർബന്ധമില്ല. നമ്മളിപ്പോൾ BPD ഉള്ള ഇപ്പോൾ ഞാനൊരു 10-20 പേരെ കാണുന്നുണ്ടെന്നുണ്ടെങ്കിൽ 20 പേർക്കും ഡിഫറെൻറ്റ് പ്രസൻറ്റേഷൻസ് ആണ്, ഭയങ്കര ഡിഫറെൻറ്റ് പ്രസൻറ്റേഷൻസ് ആണ്. അപ്പോൾ അതൊരിക്കലും ഒരു അച്ചിൽ വാർത്തതുപോലെയുള്ള കാര്യങ്ങളായിരിക്കില്ല എന്നുള്ളതാണ്. അപ്പോൾ നമ്മൾ ഈ പറയുമ്പോൾ ഡയഗ്നോസ്റ്റിക് ക്രൈറ്റീരിയ ഒക്കെ ആയിട്ട് പറയുന്ന സമയത്ത് ചിലപ്പോൾ അത് ഒരേപോലെ ആയിരിക്കാന്നുണ്ടെങ്കിൽ അത് പ്രസൻറ്റ് ചെയ്യുന്നത് ഡിഫറെൻ്റ് ആയിട്ടായിരിക്കാം. അപ്പോൾ ഒരുപാട് ആൾക്കാരുണ്ട് ഇമോഷൻസ് എക്സ്പ്രസ് ചെയ്യാൻ ഭയങ്കര ബുദ്ധിമുട്ടുള്ളവർ. അപ്പം ചിലപ്പോൾ സൂയിസൈഡ് ചെയ്യാൻ തോന്നുന്നുണ്ട്, അല്ലെങ്കിൽ എനിക്ക് ഇന്നലെ ഭയങ്കര സൂയിസൈഡ് ടെൻഡൻസീസ് ഉണ്ടായിരുന്നു എന്നൊക്കെ ഭയങ്കര ചിരിച്ചു പറയുന്നവരുണ്ട്. അവർ ചിരിച്ച് പറയുന്നത് ഹ്യൂമർ അവരുടെ ഒരു കോപ്പിംഗ് മെക്കാനിസം ആയിട്ട് അവർ ചിലപ്പോൾ പണ്ട് മുതലേ യൂസ് ചെയ്തിട്ടുണ്ടാവും. മനസ്സിലായില്ലേ? നേരെ മറിച്ച് ചിലവർ ഭയങ്കര ഇമോഷണലി ദേഷ്യം കൂടുതലുള്ള ആൾക്കാരുണ്ട്. അല്ലാന്നുണ്ടെങ്കിൽ സെൽഫ് ഹാം തന്നെ ഭയങ്കര ഡിഫറെൻറ്റ് ഇൻറ്റൻസിറ്റിയിൽ പ്രസൻറ്റ് ചെയ്യുന്ന ആൾക്കാരുണ്ട്. ഭയങ്കര സിവിയർ സെൽഫ് ഹാം അറ്റംപ്റ്റുകൾ കാണിക്കുന്ന ആൾക്കാരുണ്ട്. അപ്പം ആ ഒരു രീതിയിലൊക്കെയും ഇതിൽ ഡിഫറൻസുകളുണ്ട്. അപ്പം നമ്മൾ കാണുന്ന ഓരോ പേഷ്യൻറ്റും ഡിഫറെൻ്റ് ആണ്. ഓരോരുത്തർക്കും നമ്മൾ ഡിഫറെൻ്റ് ആയിട്ട് ടൈലർ മെയ്ഡ് ആയിട്ടുള്ള അപ്രോച്ച് മാത്രമേ മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റുള്ളൂ എന്നുള്ളതാണ്. ഇപ്പോൾ എനിക്ക് പരിചയമുള്ള ഒരാൾക്ക് ഒരു പാനിക് അറ്റാക്ക് വരുന്നു. അത് കഴിഞ്ഞിട്ട് ആൾ ഭയങ്കര ആങ്സൈറ്റി പോലെ ഇങ്ങനെ ഒരു ഫങ്ഷനിങ് നടക്കുന്നില്ല, അത് ഡെയിലി ലൈഫിൻ്റെ ഒരു ഭാഗമായിട്ട് ഒന്നും ചെയ്യാൻ പറ്റുന്നില്ല, അതൊരു കണ്ടീഷൻ. അപ്പം നമ്മൾ എപ്പോഴും സപ്പോർട്ടീവ് ആയിട്ടിരിക്കണം. നമ്മൾ ടെക്സ്റ്റിൽ കോളിലൊക്കെ നമ്മൾ ആൾക്ക് അവൈലബിൾ ആയിരിക്കേണ്ടി വരുന്ന ഒരവസ്ഥയുണ്ട്. അത് കഴിഞ്ഞിട്ടാണ് നമ്മൾ എന്ത് ചെയ്യും? അപ്പം നമ്മൾ വിചാരിച്ച ഡിപ്രഷനാണോ? അപ്പോൾ നമ്മളിങ്ങനെ ഓരോ ഹോസ്പിറ്റലിലേക്കൊക്കെ വിടുന്ന സമയത്ത് നമ്മൾ അറിയുന്നു ഇപ്പം ആൾക്ക് BPD ആണ്. കാരണം പക്ഷെ ആളുടെ കൂടെയുള്ള നമ്മുടെ ഒരു സൗഹൃദം എന്ന് പറഞ്ഞാൽ നമ്മൾ ഭയങ്കര സൂക്ഷിച്ച് നിൽക്കണം. വേഗം നമ്മളോട് പിണങ്ങി പോകും, വേഗം കരയും, വേഗം ഷൗട്ട് ചെയ്യും. അപ്പോൾ ഇതറിയാത്ത ഒരു കണ്ടീഷനിൽ നിൽക്കുന്ന ഒരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം ഈ വ്യക്തിയെ ലിറ്ററലി പറഞ്ഞാൽ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും ഹാൻഡിൽ ചെയ്യാൻ വേണ്ടിയിട്ട്. ഇപ്പോഴാണ് അറിയുന്നത് ഓക്കെ ഇങ്ങനെ ഒരു കണ്ടീഷൻ ആയിരുന്നു എന്നുള്ളത്. അപ്പം ഇത് സ്വയം തിരിച്ചറിയാൻ പറ്റുമോ? നമ്മൾ കടന്നു പോകുന്നത് ഡിപ്രഷനോ ആങ്സൈറ്റിയോ ഒന്നുമല്ല, എനിക്ക് ഇങ്ങനത്തെ ഒരു അവസ്ഥയിലൂടെയാണ് ഞാൻ കടന്നു പോകുന്നതെന്ന്? ഇല്ല, നമുക്കത് ചിലപ്പോൾ സ്വയമായിട്ട് മനസ്സിലാക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും. ഈവൻ പാനിക് അറ്റാക്ക് എന്ന് പറയുന്നത് ഭയങ്കര ഇൻറ്റൻസ് ആണ്. ഇപ്പോൾ പാനിക് അറ്റാക്കിനെ കുറിച്ചൊക്കെ ഒരുപാട് റീൽസും കാര്യങ്ങളൊക്കെ നമ്മൾ കാണുന്നതാണ്. പക്ഷെ എന്നാൽ പോലും എനിക്ക് സംഭവിക്കുന്നത് പാനിക് അറ്റാക്ക് ആണ് എന്ന് മനസ്സിലാക്കാൻ ബുദ്ധിമുട്ടുള്ള ഒരുപാട് ആൾക്കാരുണ്ട്. അത് ഒന്നാമത്തെ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് പാനിക് അറ്റാക്ക് ഒന്നും ആവില്ല, എനിക്ക് അങ്ങനെയൊന്നും വരില്ല എന്നുള്ളൊരു തോന്നലുണ്ടാവുക. പിന്നെ അതേപോലെ തന്നെ പേഴ്സണാലിറ്റി ഡിസോർഡേഴ്സിലേക്ക് കുറിച്ചൊന്നും ഇപ്പോൾ നാർസിസം അല്ലെങ്കിൽ അങ്ങനെയുള്ള എന്തെങ്കിലും കാര്യത്തിനെ കുറിച്ചിട്ടൊക്കെ നമ്മൾ സംസാരിക്കാറുണ്ട്. പക്ഷെ ബോർഡർ ലൈൻ എന്നുള്ള രീതിയിലേക്കൊന്നും നമ്മൾ ആ ഒരു രീതിയിലേക്ക് തോട്ട് പോവില്ല. പിന്നെ എപ്പോഴും ഇങ്ങനെയൊക്കെ പ്രതികരിക്കുന്നവർക്ക് ബോർഡർ ലൈൻ പേഴ്സണാലിറ്റി ഡിസോർഡർ ആയിരിക്കണം എന്നും നിർബന്ധമില്ല എന്നുള്ളതാണ്. പിന്നെ ഈ പറഞ്ഞ പോലെ ചിലരിൽ നല്ല രീതിയിലുള്ള ഫ്രണ്ട്ഷിപ്പുകളുള്ള ബോർഡർ ലൈൻ പേഷ്യൻസും ഉണ്ട് കേട്ടോ. അതായത് ബെസ്റ്റ് ഫ്രണ്ട് അല്ലെങ്കിൽ അങ്ങനെയുള്ളവർ ദേഷ്യപ്പെടുകയൊക്കെ ചെയ്യും. പക്ഷെ എന്നാൽ പോലും ഇപ്പോൾ ബെസ്റ്റ് ഫ്രണ്ട് വന്നിട്ട് പറയാനെടാ നീ എന്തിനാ വെറുതെ ദേഷ്യപ്പെട്ടത് എന്നുള്ള രീതിയിലൊക്കെ പറയുമ്പോൾ അത് ശരിയാണല്ലോ എന്ന് റിയലൈസ് ചെയ്ത് കുറച്ചൊക്കെ മാനേജ് ചെയ്യാൻ ശ്രമിക്കുകയും മറ്റുള്ളവർക്ക് ഒരു ബുദ്ധിമുട്ടാവരുത് എന്ന് വിചാരിക്കുകയും ചെയ്യുന്നവരും ഉണ്ട് നമുക്കിടയിൽ. പിന്നെ ഈ പറഞ്ഞ പോലെ ഇതൊന്നും സ്വയം ഒരു പേഴ്സണാലിറ്റി ഡിസോർഡർ നമുക്ക് ഒരിക്കലും സ്വയം ഡയഗ്നോസ് ചെയ്യാൻ പറ്റില്ല. കാരണം നമ്മൾ വെറുതെ ഗൂഗിൾ എടുത്ത് നോക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ ഈ ചെസ്റ്റ് പെയിൻ എന്ന് പറഞ്ഞ് അടിച്ചു കഴിഞ്ഞാൽ അത് ചിലപ്പോൾ പാനിക് അറ്റാക്ക് ആയിരിക്കാം, മസിൽ പെയിൻ ആയിരിക്കാം. പക്ഷെ ആദ്യം ഗൂഗിളിൽ കാണിക്കുക ഹാർട്ട് അറ്റാക്ക് ആയിരിക്കും. അതേപോലെയാണ് നമ്മളൊരു കാര്യം അടിച്ചു നോക്കി കഴിഞ്ഞാൽ ചിലപ്പോൾ അതിൽ ഏറ്റവും വേസ്റ്റ് ആയിരിക്കും കാണിക്കുക. പക്ഷെ അത് തന്നെ ആയിരിക്കണം നമുക്ക് ഉള്ളത് നിർബന്ധമില്ല. അപ്പോൾ ഇത്തരത്തിലുള്ള ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ടെന്ന് തോന്നുകയാണെങ്കിൽ ഒരു പ്രൊഫഷണൽ ഹെൽപ്പ് സ്വീകരിക്കുന്നതിൽ ഒരു മടിയും കാണിക്കേണ്ട ആവശ്യമില്ല. കാരണം പലപ്പോഴും നമ്മൾ വിചാരിക്കും വലിയ
പ്രശ്നങ്ങളും കൊണ്ട് മാത്രമേ പോകാൻ പാടുള്ളൂ, എന്നെക്കാളും വലിയ പ്രശ്നങ്ങൾ അനുഭവിക്കുന്ന ആൾക്കാരുണ്ട് എന്നൊക്കെ നമ്മൾ വിചാരിക്കും. പക്ഷെ അങ്ങനെയൊന്നുമില്ല. എനിക്ക് മാനേജ് ചെയ്യാൻ പറ്റുന്നില്ല എന്നുള്ളത് മാത്രം നോക്കിയാൽ മതി. എനിക്കിത് പേഴ്സണലി മാനേജ് ചെയ്യാൻ ബുദ്ധിമുട്ടാണ്, ഞാൻ ആൻഷ്യസ് ആയത് കാരണം എൻ്റെ ജോലിയിൽ അല്ലെങ്കിൽ എൻ്റെ ഡെയിലി ലൈഫിനെ അത് ബാധിക്കുന്നുണ്ടെങ്കിൽ പിന്നെ ഞാൻ എന്തുകൊണ്ടൊരു തെറപ്പിക്ക് പോയിക്കൂടാ? പോവുക, നമ്മൾ ഹെൽപ്പ് സീക്കുക, അവിടുന്ന് ഒന്ന് റിസോൾവ് ചെയ്ത് വന്നു കഴിഞ്ഞാൽ നമ്മുടെ ലൈഫ് കുറച്ചുകൂടി ബെറ്റർ ആവുന്നുണ്ടെങ്കിൽ വൈ ഡു യു ഹാവ് ടു ക്യാരി ദാറ്റ് ബാഗേജ് ഫോർവേഡ്? ആളുകൾക്ക് പക്ഷെ ഒരു സ്റ്റിഗ്മയും നിലനിൽക്കുന്നില്ല. ഇത് മറ്റുള്ളവർ അറിഞ്ഞാൽ എങ്ങനെ ഹാൻഡിൽ ചെയ്യും, ഈ ട്രീറ്റ്മെൻറ്റ് എടുക്കുന്നു എന്നുള്ളത്. ഒരിക്കലും ഡോക്ടർ പറഞ്ഞാണ് ഈ റിലേഷൻഷിപ്പിൽ, അത് കല്യാണമൊക്കെ കഴിഞ്ഞിട്ടുള്ളവർ ഇത്തരം ഒരു കണ്ടീഷനിലൂടെ പോയാൽ പോലും ചിലപ്പോൾ അവർ ട്രീറ്റ്മെൻറ്റ് എടുക്കില്ല. അതൊരു ഡിവോഴ്സിലേക്ക് കൊണ്ടുപോകാൻ വേണ്ടി അല്ലെങ്കിൽ അതിനായി ഉപയോഗിക്കുന്ന ഒരു ആയുധമാക്കി ചിലർ മാറ്റുന്ന ഒരു കണ്ടീഷൻ ഉണ്ട് എന്നുള്ളത്. അപ്പം അത്തരത്തിലുള്ള ഒരു ഭയവും ഒരു ട്രീറ്റ്മെൻറ്റ് എടുക്കാനൊക്കെ ആളുകൾക്ക് ഉണ്ടാവാൻ അതൊരു വലിയ സത്യം. ഒന്നാമത്തെ കാര്യം എന്ന് വെച്ചാൽ ഭയങ്കരമായിട്ടുള്ള ഒരു സ്റ്റിഗ്മയാണ്. ഇപ്പോൾ ഒരു ഹോസ്പിറ്റൽ, ഇപ്പോൾ ഞാനൊരു ഹോസ്പിറ്റലാണ് വർക്ക് ചെയ്യുന്നത്. അപ്പോൾ രാവിലെ 2-3 പ്രാവശ്യം ഓട്ടോ വിളിച്ച് പോയപ്പം ഒരു പ്രാവശ്യം എൻ്റെ അടുത്ത് ഓട്ടോ ചേട്ടൻ ചോദിച്ചു, അല്ല ഇവിടെ ട്രീറ്റ്മെൻറ്റിന് വന്നതാണോ അതോ ഇവിടെ ജോലി ചെയ്യുന്ന ആളാണോ? അപ്പോൾ പുള്ളിക്ക് ഞാനിനി പുള്ളി എന്തെങ്കിലും ചെയ്താലോ എന്ന് വിചാരിച്ചിട്ടുള്ള പേടിയാണോ എന്ന് അറിയില്ല. പക്ഷെ ആ മൊത്തത്തിലൊരു സ്റ്റിഗ്മയുണ്ട്. അപ്പം ആ ഒരു ഹോസ്പിറ്റലിലെ ചുറ്റും ഇങ്ങനെ ശബ്ദം കേൾക്കും, അങ്ങനെ ഇങ്ങനെ എന്നൊക്കെയുള്ള നമ്മൾ ഈ പഴയ സിനിമയിലൊക്കെ കണ്ടിട്ടുള്ള പോലത്തെ ഒരു തോന്നലാണ്. പക്ഷെ ഇങ്ങനെ ഒന്നുമല്ല ഇപ്പോൾ ഉള്ള മിക്കവാറും ഹോസ്പിറ്റലുകളും. തെറപ്പി മാത്രം ചെയ്യുന്ന സെൻറ്റേഴ്സ് ഇഷ്ടം പോലെ. ഇപ്പോൾ കൊച്ചിയിൽ തന്നെ തെറപ്പി മാത്രം ചെയ്യുന്ന ഇൻപേഷ്യൻ്റ് അഡ്മിഷൻസ് ഒന്നും ഇല്ലാത്ത അങ്ങനെയുള്ള സ്ഥലങ്ങൾ മാത്രമുണ്ട്. അവിടെ നമ്മൾ ചെല്ലാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നല്ലൊരു സ്പേസ്, ഒരു റൂം, അവിടെ പോയിരിക്കണോ സംസാരിക്കണോ അത്രയേ ഉള്ളൂ. അപ്പം അവിടെ ശരിക്കും പറഞ്ഞെങ്കിൽ സ്റ്റിഗ്മയുടെ ആവശ്യമൊന്നുമില്ല. പക്ഷെ എന്നാൽ പോലും ഇപ്പം ഞാൻ പോവുകയാണെങ്കിൽ എനിക്ക് പ്രാന്താണോ? ഇപ്പോൾ ചിലപ്പോൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ വൈഫ് പോകുമ്പോൾ ഹസ്ബൻഡ് പറയാം, നിനക്ക് പ്രാന്തായിട്ടല്ലേ നീ ഓൾറെഡി പോകുന്നത് എന്നുള്ള രീതിയിലൊക്കെ പറയും. അപ്പോൾ അത്തരത്തിലുള്ള സ്റ്റേറ്റ്മെൻറ്റ്സ് ഒക്കെ പേടിച്ചിട്ട് ചിലർ പോവാതിരിക്കാറുണ്ട്. പിന്നെ അതേപോലെ തന്നെ ഓൾറെഡി ഓൺഗോയിങ് ഇഷ്യൂസ് ഇപ്പോൾ കപ്പിൾസിനിടയിലൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ, ഇപ്പം ഇന്ന ട്രീറ്റ്മെൻറ്റ് എടുത്തിട്ടുണ്ട് അപ്പോൾ അവർക്ക് മാനസിക രോഗമാണെന്ന് പറഞ്ഞിട്ട് ഡിവോഴ്സ് ഫയൽ ചെയ്യാം എന്നുള്ള രീതിയിലൊക്കെ പറയാറുണ്ട്. പക്ഷേ ഇപ്പോൾ പലപ്പോഴും അങ്ങനെ ഡിവോഴ്സ് കേസസിലാണെന്നുണ്ടെങ്കിൽ പോലും നമുക്കിപ്പോൾ ഞാൻ തന്നെ കുറേ കോർട്ട് കേസസിൽ നമ്മൾ ഇവാലുവേറ്റ് ചെയ്ത് റിപ്പോർട്ട് കൊടുക്കണം എന്നുണ്ട്. അതായത് ഇത് കാരണം ഇങ്ങനെ പ്രശ്നങ്ങൾ ഉണ്ടാവുമോ, അല്ലെങ്കിൽ ഇത് ശരിക്കും ഈ അസുഖം ഉണ്ടോ ഈ ആൾക്ക് എന്നുള്ളതൊക്കെ ഇവാലുവേറ്റ് ചെയ്യണം എന്നുള്ള രീതിയിലൊക്കെ ഉണ്ട്. അപ്പോൾ ഒരു ഡിപ്രസീവ് എപ്പിസോഡിലൂടെ ഭാര്യ അല്ലെങ്കിൽ ഭർത്താവ് കടന്നു പോകുന്നു എന്നുള്ളതുകൊണ്ട് മാത്രം ഡിവോഴ്സ് കൊടുക്കാം എന്നുള്ള രീതിയിലൊന്നുമില്ല. പക്ഷെ അതും ഈ പറഞ്ഞതുപോലെ ഒരു മാർഗമായിട്ട് ആൾക്കാർ എടുക്കാറുണ്ട് എന്നുള്ളതാണ്. അതുപോലെ തന്നെ സിനിമേനെ മെൻഷൻ ചെയ്തിട്ടുണ്ട്. കുറേയധികം സിനിമകളിൽ ഇത്തരം കണ്ടീഷനുള്ള മാനസികാവസ്ഥയുടെ വിവിധ അവസ്ഥകളിലൂടെ കടന്നു പോകുന്ന കഥാപാത്രങ്ങൾ ഭയങ്കര കോമഡി ആയിട്ടൊക്കെ അവതരിപ്പിച്ചു പോകുന്ന ഒരു കണ്ടീഷൻ ഉണ്ടല്ലോ. അപ്പം ഈ സിനിമയും അല്ലെങ്കിൽ ഇത്തരം മേഖലകളൊക്കെ ഒരു തമാശയായിട്ട് നമ്മുടെ മാനസികാവസ്ഥയെ കൈകാര്യം ചെയ്യുന്നു. അതുകൊണ്ട് ഇതൊരു തമാശയാണ്, എല്ലാവർക്കും ഇതാണെന്ന് പറഞ്ഞു വെക്കുന്ന ഒരു കണ്ടീഷനൊക്കെ ഇല്ലേ? അതും നിങ്ങളുടെ ഒരു ചികിത്സേനെയും ഇതിനെയൊക്കെ ബാധിക്കാനുള്ള ഒരു സാധ്യതയില്ല ആളുകൾ വരുമ്പോൾ? ഒരുപാട്. അതായത് ഇപ്പോൾ ഞാൻ എൻ്റെ റൂമിൽ ഒരു ജസ്റ്റ് ഒരു കൗച്ച് പോലെയുണ്ട്. അത് നമ്മൾ കൂടുതലും റിലാക്സേഷൻ എക്സസൈസ് പഠിപ്പിച്ചു കൊടുക്കുമ്പോഴൊക്കെയാണ് കൂടുതൽ യൂസ് ചെയ്യാറ്. പിന്നെ ചില പേഷ്യൻസ് അവിടെ ഇരുന്നിട്ടും സംസാരിക്കാറുണ്ട് കേട്ടോ, തലേനൊക്കെ പിടിച്ചിരുന്ന് കംഫർട്ടബിൾ ആയിട്ട് സംസാരിക്കുന്നവരുമുണ്ട്. പക്ഷേ ചിലർ കയറി വന്നു കഴിഞ്ഞാൽ അയ്യോ ഇനി എന്നെ ഹിപ്നോട്ടിസം ചെയ്യുമോ, മുഖം കണ്ടു കഴിഞ്ഞാൽ തന്നെ മനസ്സിലാവുമോ, ഈ ഒരു രീതിയിൽ. അതൊക്കെ നമ്മൾ സിനിമയിൽ നിന്ന് കണ്ടിട്ടുള്ള കാര്യങ്ങളാണ്. ഇപ്പോൾ സിനിമ കാണുന്ന സമയത്ത് ഇപ്പം ഒരു സിനിമയിൽ സൈക്കാട്രിസ്റ്റ് എല്ലാവരും ഹിപ്നോട്ടൈസ് ചെയ്ത് നോക്കിയിട്ടാണ് എനിക്കൊന്ന് ഫൈനലി കൽപ്പനേനെ അതിലെടുക്കുക, ഭാര്യയായിട്ട് എടുക്കുക. അപ്പോൾ ചിലപ്പോൾ ഒരു സൈക്കോളജിസ്റ്റ് അല്ലെങ്കിൽ സൈക്കാട്രിസ്റ്റ് എല്ലാവരും ഇങ്ങനെയൊക്കെ ചെയ്ത് നോക്കും എന്നുള്ള അങ്ങനെയുള്ള കുറേ തോട്ട്സ്. അതേപോലെ ഒരു മെൻ്റൽ ഹോസ്പിറ്റൽ എന്ന് പറഞ്ഞാൽ എല്ലാവരും ഇങ്ങനെ ചെമ്പരത്തി പൂവൊക്കെ വെച്ച് ഇങ്ങനെ ഓടിച്ചാടി നടക്കും, ഇങ്ങനെയൊക്കെയാണ്. പക്ഷേ ഇപ്പോൾ നമ്മൾ ഏതൊരു ഹോസ്പിറ്റൽ, ഒരു സൈക്കാട്രിക് ഹോസ്പിറ്റലുകളിൽ നിങ്ങൾ പോയിക്കോ, അവിടെ മിക്കവാറും ഒരു 99% പേഷ്യൻ്റ് ഏതാ കെയർ ടേക്കർ ഏതാന്ന് ചിലപ്പോൾ നിങ്ങൾക്ക് കണ്ടു കഴിഞ്ഞാൽ പോലും മനസ്സിലാവില്ല. കാരണം ഈ സിനിമയിൽ നമ്മൾ കാണുന്ന ഇതിൽ നിന്ന് എൻറ്റയർലി ഡിഫറെൻ്റ് ആണ്. അപ്പം പിന്നെ അത് മാത്രമല്ല, ചിലവർ സിനിമ കണ്ടിട്ട് അയ്യോ ഡോക്ടറെ എനിക്ക് ആ അസുഖമാണോ ഈ അസുഖമാണോ അഖില ഞാൻ അങ്ങനെ സിനിമയിൽ കണ്ടല്ലോ ഇനി അതാണോ, ആ ഒരു രീതിയിലും ചിലപ്പോൾ മിസ്ഡയഗ്നോസ് ചെയ്തിട്ടും ചിലപ്പോൾ വരാൻ സാധ്യതയുണ്ട്. അപ്പം അതിലേറ്റവും കൂടുതൽ പ്രശ്നം വരുന്നത് എനിക്ക് തോന്നുന്നു OCD ആണ്. OCD കുറച്ചൊന്ന് അടുക്കി പെറുക്കി വൃത്തിയുള്ള ആൾക്കാരൊക്കെ എനിക്ക് OCD. അപ്പം ചില സിനിമ നടിമാരും നടന്മാരും തന്നെ വളരെ കൊളോക്കിയലായിട്ട് യൂസ് ചെയ്യാറുണ്ട്
പറയാറുണ്ട്, എനിക്ക് OCD ഉള്ളത് കാരണം ഞാൻ കുറച്ച് വൃത്തിയുള്ള മുറി ചോദിച്ചു. ഒരു വൃത്തിയുള്ള മുറി ചോദിക്കുക എന്ന് പറയുന്നത് ഒരു ബേസിക് നീഡാണ്, അതൊരു OCDയുടെ പ്രശ്നം കൊണ്ടല്ല. പക്ഷെ അപ്പം ഇത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ സ്വാഭാവികമായിട്ട് നമ്മൾ ട്രീറ്റ്മെന്റിലേക്ക് വരുന്ന സമയത്ത് നമുക്ക് ബുദ്ധിമുട്ടായിട്ട് വരാറുണ്ട്. കാരണം ഒരു റിയലിസ്റ്റിക് ആയിട്ടുള്ള എങ്ങനെയാണ് ഒരാൾ എന്നുള്ളത് കാണിക്കുന്ന സിനിമകളും കാര്യങ്ങളൊക്കെ ഭയങ്കര കുറവാണ്. എന്നാൽ കുറച്ച് സീരീസിൽ നിന്നൊക്കെ ആയിട്ട് ഇപ്പോൾ പാനിക് അറ്റാക്കും കാര്യങ്ങളൊക്കെ വളരെ കൃത്യമായിട്ട് വിഷ്വലൈസ് ചെയ്ത് കാണിക്കുന്നുണ്ട്. പക്ഷെ എന്നാൽ പോലും നമുക്ക് അത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ വളരെ കുറവാണ്. ഈ അവസ്ഥയിലൂടെ കടന്നു പോകുന്നവർക്ക് ഒരാളെ ട്രസ്റ്റ് ചെയ്യാനുള്ള ഒരു ബുദ്ധിമുട്ടുണ്ടാവുമല്ലോ. അപ്പോൾ ഇപ്പോൾ അഖിലേൻ്റെ അടുത്ത് ഒരാൾ വന്ന് സംസാരിക്കുന്ന സമയത്ത് ആ വ്യക്തിയെ ട്രസ്റ്റ് ചെയ്യുന്നുണ്ട്, ഞാൻ ഫുള്ളായി കേൾക്കും, ഒരു ബോണ്ടൊക്കെ ഉണ്ടാക്കിയെടുക്കാൻ കുറച്ച് ബുദ്ധിമുട്ടായിരിക്കുമല്ലോ. അപ്പോൾ അത്തരം കാര്യങ്ങൾക്ക് എന്തൊക്കെ കാര്യങ്ങളാണ് ചെയ്യുക? നമ്മൾ ഒന്നാമത്തെ കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പം നമുക്ക് എല്ലാവർക്കും ഒരു സൈക്കോളജിസ്റ്റിനെ കാണാൻ വരുന്ന സമയത്ത് അവരുടെ ലൈഫിലുള്ള ഒരുപാട് അവർ ഒരിക്കലും ആരോടും പറയാത്ത കാര്യങ്ങൾ വരെ നമ്മുടെ അടുത്ത് വന്നിട്ട് പറയും. അപ്പോൾ സ്വാഭാവികമായിട്ടും അതിന് അവർക്ക് ട്രസ്റ്റ് വേണം. അപ്പോൾ നമ്മൾ ഒരിക്കലും ഒരാളെ ഫോഴ്സ് ചെയ്യില്ല എന്നുള്ളതാണ്. ഇപ്പോൾ ചിലർ പറയും എനിക്ക് ഇതിലും കൂടുതൽ കാര്യങ്ങൾ പറയാറുണ്ട്, പക്ഷെ ഐ എം നോട്ട് കംഫർട്ടബിൾ എന്ന് പറയുന്ന ആൾക്കാരുണ്ട് കേട്ടോ. അപ്പോൾ ഈ പറഞ്ഞതുപോലെ ഇപ്പോൾ നമ്മൾ അവരുടെ അടുത്ത് പറയും നിങ്ങൾ എപ്പോഴാണോ കംഫർട്ടബിൾ ആവുന്നത് അപ്പോൾ പറഞ്ഞാൽ മതി എന്നുള്ളതാണ്. അപ്പോൾ അവർക്ക് ആ ഒരു കംഫർട്ടബിൾ ആവാനും നമ്മളെ ട്രസ്റ്റ് ചെയ്യാനുള്ള ആ ഒരു സമയം നമ്മൾ അവർക്ക് കൊടുക്കുക എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കണമല്ലോ. അപ്പോൾ പെട്ടെന്ന് ഒരു ദിവസം വന്നിട്ട് എല്ലാ കാര്യങ്ങളും പറയാൻ പറ്റില്ല എന്നുള്ളത്. അപ്പോൾ ഈ പറഞ്ഞതുപോലെ നമ്മളൊരു 2-3 സെഷൻസ് അല്ലെങ്കിൽ ചിലപ്പോൾ ഒരു 4-5 സെഷൻസ് ഒക്കെ കഴിഞ്ഞ് കഴിയുമ്പോഴായിരിക്കും ഇങ്ങനെ ഉണ്ട് കേട്ടോ, അല്ലെങ്കിൽ ഇങ്ങനെയാണ്, ഇതും ചിലപ്പോൾ ട്രീറ്റ്മെൻറ്റിന് ഉപകാരം ഉണ്ടാവാൻ സാധ്യത ഉണ്ട് എന്നുള്ള രീതിയിൽ കുറേ കാര്യങ്ങൾ അവർ ചിലപ്പോൾ ഓപ്പൺ അപ്പ് ആയി പറയുന്നത് ലേറ്റർ ആയിരിക്കാം. അപ്പോൾ ഫസ്റ്റ് സെഷനിൽ ഒരിക്കലും ഇത്തരം കാര്യങ്ങൾ ചിലപ്പോൾ അവർ പറയണം എന്നുള്ളത് നമ്മളും എക്സ്പെക്റ്റ് ചെയ്യുന്നില്ല. അതുപോലെ തന്നെ ഇത്തരം അവസ്ഥയിലൂടെ കടന്നു പോകുന്ന BPD പോലെയുള്ള അവസ്ഥയിലൂടെ കടന്നു പോകുന്ന ഒരാൾക്ക് മൂഡ് സ്വിങ്സ് ഉണ്ടാവാം, മൂഡ് ഓഫ് ഉണ്ടാവാം, ഒക്കെ കണ്ടീഷൻ ഉണ്ടല്ലോ. അപ്പം ഈ ട്രീറ്റ്മെൻറ്റ് എടുക്കുന്നതിൻ്റെ ഇടയിൽ ഇത്തരം കണ്ടീഷൻസ് ഉണ്ടാവും, അതിനെയും കൈകാര്യം ചെയ്യേണ്ടി വരില്ലേ? അപ്പം അതൊക്കെ എങ്ങനെയാണ് ഒരു എളുപ്പത്തിൽ കൈകാര്യം ചെയ്തു പോവുക? ഇപ്പോൾ ഈ മൂഡ് സ്വിങ്സ് എന്ന് പറയുന്നത് തന്നെ ഇപ്പോൾ നമ്മൾ ഇന്ന് രാവിലെ എണീക്കുമ്പോൾ ഓക്കെയാണ്, ഉച്ചയാകുമ്പോഴേക്കും ഓക്കെ അല്ല എന്നുള്ളതിനെയും നമുക്ക് മൂഡ് സ്വിങ്സ് എന്നുള്ള രീതിയിൽ നമുക്ക് പറയാൻ പറ്റില്ല. ഒരു സ്വിങ് എന്ന് പറയുന്ന സമയത്ത് നമ്മൾ അവിടെ പോയി തിരിച്ചിങ്ങോട്ട് വരണം. അത് ചിലപ്പോൾ ഒരു 1 വീക്കെങ്കിലും ഒക്കെ നീണ്ടു നിൽക്കുന്ന രീതിയിലാണെങ്കിൽ മാത്രമേ ഒരു സ്വിങ് എന്നുള്ള രീതിയിലൊക്കെ നമുക്ക് പറയാൻ പറ്റുള്ളൂ. തെറ്റിദ്ധരിക്കുന്ന ഒരു വാക്കാണ്. എനിക്ക് ഭയങ്കര മൂഡ് സ്വിങ്സ് ആണ്, എനിക്ക് അതുകൊണ്ടാണ് ഞാനിങ്ങനെ ദേഷ്യപ്പെടുന്നത് എന്നുള്ള രീതിയിലൊക്കെ പറയാറുണ്ട്. പിന്നെ ഈ പറഞ്ഞതുപോലെ ഇത്തരത്തിലുള്ള ഫ്ലക്ച്വേഷൻസ് പലപ്പോഴും തെറപ്പി, എസ്പെഷ്യലി ബോർഡർ ലൈൻ പേഷ്യൻസിനൊക്കെ നമ്മൾ ട്രീറ്റ് ചെയ്യുന്ന സമയത്ത് ഇപ്പം കഴിഞ്ഞ സെഷനിൽ അവർ ഓക്കെ ആയിരുന്നു, പക്ഷേ ആ ഒരു 1 വീക്കിനിടയിൽ എന്തെങ്കിലും അവരുടെ ലൈഫിൽ സംഭവിച്ചിട്ടുണ്ടാവും. ഇന്ന് അവർ ഒട്ടും ഓക്കെ അല്ലാതെ ചിലപ്പോൾ ഒരു സെൽഫ് ഹാം അറ്റംപ്റ്റ് ഒക്കെ കഴിഞ്ഞിട്ടായിരിക്കാം ചിലപ്പോൾ വരുന്നത്. അപ്പോൾ പിന്നെയും നമ്മൾ ഈ പറഞ്ഞതുപോലെ നമ്മൾ ബേസിക്കായിട്ട് പറഞ്ഞു കൊടുക്കേണ്ട കുറേ കാര്യങ്ങൾ പറയുകയും അവർക്ക് ഒരു ഹെൽപ്പ് കൊടുക്കേണ്ടത് ചെയ്യുകയും ചെയ്തതിന് ശേഷം മാത്രമേ നമ്മൾ മുന്നേ പറഞ്ഞെടുത്ത് നമുക്ക് കണ്ടിന്യൂ ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റുള്ളൂ. പിന്നെ ചിലപ്പോൾ ഈ പറഞ്ഞതുപോലെ സെഷൻ്റെ ഇടയിലും ചിലപ്പോൾ നമ്മളോടും ചിലപ്പോൾ ദേഷ്യപ്പെടാം, ഔട്ട് ബേസ്റ്റ് ഉണ്ടാവാം. അതും ഈ പറഞ്ഞതുപോലെ അവർ ഇങ്ങനെയാണ്, അവർക്ക് ഇത്തരത്തിലുള്ള ബുദ്ധിമുട്ടുണ്ട് എന്നുള്ളത് മനസ്സിലാക്കി അതിനെ നമ്മൾ ഡീഎസ്കലേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു ടൈം കൊടുക്കുക. അതിനോട് നമ്മളും അങ്ങോട്ട് ഷൗട്ട് ചെയ്യുക ബഹളം വയ്ക്കുക ചെയ്തിട്ട് കാര്യമില്ല. അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള ഒരു സ്പേസ് നമ്മൾ അവർക്ക് കൊടുത്തു കഴിഞ്ഞാൽ അവർ ഓക്കെ ആയിട്ട് അപ്പം തന്നെ നമ്മുടെ അടുത്ത് വന്നിട്ട് വളരെ കാമായിട്ട് സംസാരിക്കുകയും ചെയ്യും. ഇത്തരം ഒരു അവസ്ഥയിലൂടെ കടന്നു പോകുന്ന ആൾക്ക് അവരുടെ ഒരു കണ്ടീഷൻ ഉണ്ട്. അതായത് ഇപ്പം ഓഫീസ് സ്പേസിൽ ഇരിക്കുകയാണ്, അപ്പം എനിക്കിപ്പം BPD ഉണ്ടെങ്കിൽ ഞാനൊരു കൂട്ടുകാരോടോ അല്ലെങ്കിൽ മറ്റുള്ളവരോടോ മോശമായ ചൂടായോ ഒക്കെ പെരുമാറാനുള്ള, ദേഷ്യപ്പെടാനുള്ള ഒരു സാഹചര്യമുണ്ട്. അത്തരം കണ്ടീഷനിലൂടെ പോകുമ്പോൾ ഞാൻ എന്നെ തന്നെ മനസ്സിലാക്കി എന്ന് വെച്ചോ, ഒരു തെറാപ്പിസ്റ്റിൻ്റെ അടുത്ത് പോയിട്ട്, അപ്പം ഞാൻ എന്താണ് പിന്നെ ചെയ്യുക? ഓക്കെ, എൻ്റെ ഒരു അവസ്ഥ മോശമാണ് എന്ന് എനിക്ക് മനസ്സിലായി കഴിഞ്ഞാൽ ഞാൻ നെക്സ്റ്റ് എന്ത് സ്റ്റെപ്പാണ് എടുക്കേണ്ടത്? നമ്മൾ ഒരാളടുത്ത് ദേഷ്യപ്പെടാൻ സാധ്യത ഉണ്ടെന്ന് തോന്നുകയാണെങ്കിൽ ഏറ്റവും എളുപ്പത്തിൽ, അതൊരു BPD പേഷ്യൻ്റ് ആയിരിക്കണം എന്നില്ല, ആരും ആയിക്കോട്ടെ, നമുക്ക് ആ സിറ്റുവേഷനിൽ നിന്ന് നമുക്ക് മൂവ് ചെയ്യാം എന്നുള്ളതാണ്. പിന്നെ നമ്മൾ എല്ലാവരുടെ അടുത്തും ദേഷ്യപ്പെടില്ലല്ലോ. ഈ ദേഷ്യം എന്ന് പറയുന്നത് എത്ര അൺകൺട്രോളബിൾ ആണെന്ന് പറഞ്ഞാൽ നമ്മൾ എല്ലാവരുടെ അടുത്തും ദേഷ്യപ്പെടുമോ? നമ്മുടെ ബോസിന്റെ അടുത്ത് പോയിട്ട് നമ്മൾ വെറുതെ ദേഷ്യപ്പെട്ട് വരില്ലല്ലോ. അത് വളരെ കുറച്ച് സാഹചര്യങ്ങളിൽ മാത്രമേ കാണുള്ളൂ. അപ്പം നമ്മൾ ദേഷ്യപ്പെടാൻ സാധ്യത ഉണ്ട്, അല്ലെങ്കിൽ നമ്മൾ ഓക്കെ അല്ല, ഡിസ്റെഗുലേറ്റഡ് ആവാൻ സാധ്യത ഉണ്ടെന്ന് തോന്നുകയാണെങ്കിൽ കുറച്ച് നേരം ഒന്ന് മാറിയിരുന്ന് ഒന്ന് ഡീപ് ബ്രീത്ത് ഒക്കെ ചെയ്ത് പുറത്ത് നടക്കാൻ സാഹചര്യം ഉണ്ടെന്ന് കുറച്ചു നേരം പോയി നടന്ന് വെള്ളമൊക്കെ കുടിച്ച് തിരിച്ചു വരാം. അല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ
നമ്മുടെ കൂടെ ഉള്ളവരടുത്ത് പറയാം, എനിക്ക് ഭയങ്കര ദേഷ്യം വന്നിരിക്കുകയാണ്, എന്നെ ശല്യം ചെയ്യാൻ വരണ്ട, ഞാൻ ഓക്കെ ആയിരിക്കുന്ന സമയത്ത് ഞാൻ നിങ്ങളുടെ അടുത്തേക്ക് വരാം എന്നുള്ള രീതിയിൽ പറയുകയാണെന്നുണ്ടെങ്കിൽ മറ്റുള്ളവർക്കും അറിയാം ഇന്നിപ്പോൾ അവളുടെ അടുത്തേക്ക് പോകണ്ട, അത് നല്ലത് എന്നുള്ളത് രീതിയിൽ. അപ്പോൾ അവിടെയും ഈ പറഞ്ഞ പോലെ റിലേഷൻഷിപ്പുകൾക്ക് അപ്പോൾ പ്രശ്നം വരില്ല. കാരണം നമ്മൾ ഓക്കെ അല്ലാത്തത് നമ്മൾ ഓൾറെഡി അവരുടെ അടുത്ത് പറയുന്നുണ്ട് ഞാൻ ഓക്കെ അല്ല എന്നുള്ളത്. ഓക്കെ അല്ല എന്ന് പറഞ്ഞ ഒരാളുടെ അടുത്ത് പിന്നെ അവിടെ പോയിട്ട് ചൊറിയാൻ നിൽക്കാതിരിക്കുന്നതായിരിക്കും നല്ലത്. കാരണം അവർ ഓൾറെഡി അവിടെ വളരെ ക്ലിയർ ആയിട്ട് പറഞ്ഞു അവർക്ക് ആ സ്പേസ് വേണം എന്നുള്ളത്. ആ സ്പേസ് അവർക്ക് കൊടുക്കുക. അത് കഴിഞ്ഞതിന് ശേഷം നമ്മൾ അവരുടെ അടുത്ത് പോയിട്ട് അവരെ കൂടെ ഇരിക്കുക എന്നുള്ളതാണ്. പിന്നെ അതേപോലെ തന്നെ നമ്മൾ ഈ BPD പേഷ്യൻസിനൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഇന്റർപേഴ്സണൽ സ്കിൽസ് എന്നുള്ള രീതിയിൽ നമ്മൾ ഇത്തരത്തിലുള്ള ഓരോ കാര്യങ്ങൾ, ഇമോഷൻ റെഗുലേഷൻ സ്കിൽസും ഇന്റർപേഴ്സണൽ റെഗുലേഷൻ സ്കിൽസും ഒക്കെയും നമ്മൾ സെഷൻസിൽ പഠിപ്പിച്ചു കൊടുക്കും. ഇമോഷൻസ് ഐഡന്റിഫൈ ചെയ്യാനും അത് എങ്ങനെ മാനേജ് ചെയ്യണം, ഇപ്പം ആങ്കർ ആണോ അതെങ്ങനെ മാനേജ് ചെയ്യണം. അതേപോലെ തന്നെ ഇന്റർപേഴ്സണൽ ഇഷ്യൂസ്, ഇപ്പം ഞാനും BPD ഉള്ള ഞാനും എൻ്റെ ഫ്രണ്ടും തമ്മിലൊരു പ്രശ്നം ഉണ്ടായി, അതെങ്ങനെ റിസോൾവ് ചെയ്യണം, ഇതിനെക്കുറിച്ചൊക്കെ നമ്മൾ തെറപ്പി സമയത്ത് സംസാരിക്കുന്നതാണ്. അപ്പോൾ റെഗുലർ ആയിട്ടുള്ള തെറപ്പി അവരെ ഈ കാര്യങ്ങളൊക്കെ മാനേജ് ചെയ്യാൻ വേണ്ടിയിട്ട് എക്യുപ്പ് ചെയ്യും എന്നുള്ളതാണ്. ഈ നമ്മുടെ സുഹൃത്ത് ഇപ്പം നമ്മളോട് ഓക്കെ അല്ല എന്ന് പറയുന്ന ഒരു കണ്ടീഷനിൽ ഇരിക്കുമ്പോൾ നമ്മൾ ഒരു ദിവസം വിളിച്ചു, 2 ദിവസം വിളിച്ചു, 3 ദിവസം വിളിക്കുമ്പോഴും ആൾ ഓക്കെ അല്ല നമ്മളോട് പറയും. പിന്നെ നമ്മൾ ആ വ്യക്തിനെ വിളിക്കാതെ ആവുന്ന ഒരു കണ്ടീഷനിലേക്ക് എത്തൂലോ. അപ്പോൾ അത് ബന്ധങ്ങൾ ഇല്ലാതാവാനും വഴി വെക്കാനുള്ള സാധ്യത. അതേ സാധ്യതയുണ്ട്. അപ്പോൾ ഈ പറഞ്ഞതുപോലെ ഇപ്പം നമ്മൾ 2-3 പ്രാവശ്യം വിളിച്ചിട്ടും ആള് ഓക്കെ അല്ല എന്ന് പറഞ്ഞപ്പോൾ യു ക്യാൻ ടെൽ ദം ദാറ്റ് യു നോ, ഞാൻ തെറപ്പിസ്റ്റിനെ ഒന്ന് പോയി കാണുമല്ല എന്നുണ്ടെങ്കിൽ, സൈക്കാട്രിസ്റ്റിനെ കാണുന്നുണ്ടെങ്കിൽ അവരെ ഒന്ന് പോയി കണ്ടു നോക്ക്, ഞാൻ വരണോ എന്ന് വേണമെങ്കിൽ നമുക്ക് ചോദിക്കാം. പിന്നെ അല്ല ഇപ്പം ഞാൻ വിളിക്കുന്ന ഒരു ബുദ്ധിമുട്ടാണോ എന്നുള്ള രീതിയിൽ നമുക്ക് ചോദിച്ചു നോക്കാം. പക്ഷെ നമ്മളിപ്പോൾ വിളിക്കുന്ന ഒരു ബുദ്ധിമുട്ടാണെന്ന് പറഞ്ഞാൽ കുറേ ദിവസം മാറി നിൽക്കാതെ മേ ബി ഇടയ്ക്ക് ഒന്ന് ടെക്സ്റ്റ് ചെയ്തിട്ട് ഓക്കെ ആണോ, അല്ലെങ്കിൽ എന്തെങ്കിലും ആവശ്യം ഉണ്ടെങ്കിൽ വിളിക്കുക എന്ന് പറയാം. ചിലപ്പോൾ ആ മെസ്സേജ് സീനാക്കിയാലും ചിലപ്പോൾ നമുക്ക് റിപ്ലൈ പോലും കിട്ടിക്കൊള്ളണമെന്നില്ല. പക്ഷെ നമ്മൾ ഓൾറെഡി പറഞ്ഞു അവരെടുത്ത് നിങ്ങൾക്ക് എന്തെങ്കിലും വേണമെന്നുണ്ടെങ്കിൽ ഞാനിവിടെ ഉണ്ട് എന്നുള്ളത്. അത് മാത്രമേ നമുക്ക് അവിടെ ചെയ്യാൻ പറ്റുള്ളൂ. അല്ല നിങ്ങൾക്ക് കൂടെ പോയി ഇരിക്കാനുള്ള സ്പേസ് ഉള്ള ഫ്രണ്ട്സ് ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അവരെ കൂടെ പോയി ഇരിക്കാം. ഒന്നും ചോദിക്കേണ്ട എന്താ പ്രശ്നം എന്താണെന്നൊന്നും ചോദിക്കാതെ ചുമ്മാ നിനക്ക് എന്തെങ്കിലും ആവശ്യം ഉണ്ടെന്നുണ്ടെങ്കിൽ ഞാനിവിടെ ഉണ്ടെന്ന് പറഞ്ഞ് ഒരു റൂമിൻ്റെ ഇപ്പുറത്തെ അറ്റത്ത് ഇരുന്നിട്ട് നിങ്ങൾ റീൽസ് കണ്ടിരുന്നോ, എന്നാലും കുഴപ്പമില്ല. ആ ആൾക്ക് എന്തെങ്കിലും ആവശ്യം ഉണ്ടെന്നുണ്ടെങ്കിൽ ആ പേഴ്സൺ നിങ്ങളുടെ അടുത്തേക്ക് വരും. ആ ആൾക്കും അതേ റൂമിൽ ഒരാളുണ്ടാകുമ്പോൾ ഓക്കെ എൻ്റെ കൂടെ ഒരാളുണ്ട് എന്നുള്ളൊരു തോന്നൽ വരുമല്ലോ. പിന്നെ ചിലപ്പോൾ കുറേ നേരം ഇരിക്കുമ്പോൾ ഒന്ന് ഹഗ് ചെയ്യാൻ പറ്റുക, അല്ലെങ്കിൽ ഒന്ന് ഷോൾഡറിൽ ഒന്ന് ജസ്റ്റ് ഒന്ന് ടാപ്പ് ചെയ്യുക, അല്ലെങ്കിൽ കൈ ഒന്ന് ചേർത്ത് പിടിക്കുകയോ ചെയ്യാൻ പറ്റുകയാണെന്നുണ്ടെങ്കിൽ ചിലപ്പോൾ അതും ഒരു സപ്പോർട്ടാണ്. അവിടെ ഒന്നും നമ്മൾ പറയണമെന്ന് പോലുമില്ല. അൺപാക്ക് ആൻഡ് കണക്റ്റിൽ ഇന്ന് നമ്മൾ സംസാരിച്ച വിഷയം BPDനെ കുറിച്ചാണ്. എന്താണ് BPD, എങ്ങനെയാണ് ട്രീറ്റ്മെൻറ്റ് എടുക്കുക, എന്തൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിക്കണം തുടങ്ങിയ വിഷയങ്ങളൊക്കെ നമ്മളോട് സംസാരിച്ചത് ക്ലിനിക്കൽ സൈക്കോളജിസ്റ്റ് അഖില R. കൃഷ്ണയായിരുന്നു. താങ്ക് യു സോ മച്ച് ഇത്രയും സമയം ഇത്രയും വിവരങ്ങൾ പങ്കുവെച്ച് തന്നതിന്. താങ്ക് യു.